ന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഓൺലൈൻ സെഷൻസ് പുനരാരംഭിക്കുന്നത്. അതായത് മാർച്ചിൽ നമുക്ക് വിമൻ സ്പീക്കർ മന്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നിരുന്നു. നമ്മുടെ DMCon ഡെവോപ്സ് മലയാളത്തിന്റെ സ്ഥിരമായിട്ടുള്ള മെമ്പേഴ്സ് എന്നറിയാം, നമ്മുടെ ആദ്യത്തെ ഫുൾ ഡേ ഇവന്റ് കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. സോ അതിന്റെ തിരക്കുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സെഷൻ കുറച്ച് നാളത്തേക്ക് മുടങ്ങി. അത് ഇനി മുതൽ അങ്ങനെ നമ്മുടെ ഇവന്റ്സ് വരുമ്പോഴും അത് മുടങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. എന്തായാലും ഇന്ന് ഈ സെഷനിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 100ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ 30ഓളം പേരാണ് വന്നിരിക്കുന്നത്. കൂടുതൽ പേര് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രജിസ്റ്റർ ചെയ്തതിൽ കുറെ ആളുകൾ ആദ്യമായിട്ട് ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നവരാണ് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെവോപ്സ് മലയാളത്തിലേക്കും അവർ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഡെവോപ്സ് മലയാളത്തിനെ പ്രത്യേകിച്ചും കുറച്ച് നാളുകൾക്ക് ശേഷം അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെഷൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഡെവോപ്സ് മലയാളത്തിനെ ഒന്ന് പുതിയ ആളുകൾക്ക് വേണ്ടി, മറ്റുള്ളവർ ദയവായിട്ട് ക്ഷമിക്കുക, നിങ്ങൾ കേട്ട് പഴകിയ കാര്യങ്ങളായിരിക്കുമെങ്കിലും എൻ്റെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? സ്ക്രീൻ കാണുന്നുണ്ട്? കാണാം. വിസിബിൾ ആണ്. ഓ, താങ്ക് യു. ഡെവോപ്സ് മലയാളം നമ്മൾ മലയാളികളായിട്ടുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന് തുടങ്ങിയൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ 2021 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അത്ര ആക്റ്റീവ് അല്ല, എങ്കിലും വല്ലപ്പോഴും റൂമുകളൊക്കെ തുറക്കാറുണ്ട്. 2021 ത്രൂ ഔട്ട് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. ക്ലബ് ഹൗസ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ കേൾക്കുക മാത്രമായിരുന്നു. നമുക്ക് അതിന് സ്ക്രീൻ ഷെയറിങ്ങോ കണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല, കേൾക്കുന്ന ഒരു രീതിയായിരുന്നു. അതിനുശേഷം ആണ് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ വരുന്നത്. കുറെ നാളുകളായിട്ട് നമ്മൾ ജിമീറ്റിൽ തന്നെയാണ് സെഷൻസ് നടത്താറുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റി ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് ഓൺലൈനിൽ നോക്കുമ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്. ആ മെയിൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഒരുപാട് റിക്വസ്റ്റ് പെൻഡിങ് ആണ്. നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് സമയം ഇനി എടുത്തേക്കാം. നമ്മുടെ ഒരു ബിഗിനേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം. നമ്മുടെ സെഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ഗ്രൂപ്പിൽ കുറച്ച് പേർക്കും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. രണ്ട് ഗ്രൂപ്പും അത്യാവശ്യം ആക്റ്റീവ് തന്നെയാണ്. അതുകൂടാതെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, devopsmalayalam.io. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ള എല്ലാ സെഷന്റെയും നിങ്ങൾക്ക് നേരത്തെ ഉള്ളവർക്കറിയാം, മന്ത്ലി സീരീസ് ആയിരുന്നു നമ്മൾ ഏറ്റവും അവസാനം നടത്തിക്കൊണ്ടിരുന്നത്. മന്ത്ലി സീരീസിന് ശേഷം മാർച്ച് മാസത്തിൽ വിമൻ സ്പീക്കർ മന്ത് വന്നു. ആ വിമൻ സ്പീക്കർ വന്നതിന് ശേഷം ഓൺലൈൻ സെഷൻസ് നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴയ സെഷൻസിന്റെ എല്ലാം ഒരു കീനോട്ട്, അതുപോലെ തന്നെ അതിന്റെ വീഡിയോസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി നടക്കുന്ന സെഷന്റെയും തീർച്ചയായിട്ടും കീനോട്ടും അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ വിമൻ സ്പീക്കർ മന്ത് ആണെങ്കിലും ഏത് സെഷൻ ആണെങ്കിലും നമ്മളെപ്പോഴും ഓൺലൈൻ സെഷൻ എടുത്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. വെബ്സൈറ്റിൽ ഒരാഴ്ചയ്ക്കുള്ളിലും പബ്ലിഷ് ചെയ്യാറുണ്ട്, കീനോട്ട് അടക്കം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ സ്പീക്കേഴ്സിനെ എല്ലാം ഇവിടെ കാണാം. പിന്നെ DMCon മറ്റ് സെഷൻസിന്റെ ഡീറ്റെയിൽസ് അറിയാം. മീറ്റപ്പ് എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ മീറ്റപ്സ് ആണ്. നമ്മൾ കൊച്ചി, തിരുവനന്തപുരം 2 സ്ഥലങ്ങളിലായിട്ട് നടത്താറുണ്ട്. ഈ മാസവും 31-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അനൗൺസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല, എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഓഗസ്റ്റ് 31-ാം തീയതി കൊച്ചിയിൽ വെച്ചായിരിക്കും നമ്മുടെ മീറ്റപ്പ് നടക്കുന്നത്. ഓഫ്ലൈൻ മീറ്റപ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി പോകാം. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിലെ വീഡിയോസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എല്ലാ ഡയറക്റ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 85ഓളം വീഡിയോകളുണ്ട്. ആരെങ്കിലും ഇവിടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഡെവോപ്സിനെ പറ്റി അറിയാമെന്നുള്ള നമ്മുടെ നല്ലൊരു പാനൽ ടോക്ക് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ സ്പീക്കറുള്ള ഇൻസിസ്റ്റർ അടക്കം ഉണ്ടായിരുന്ന ഒരു പാനൽ ടോക്കാണ്. ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ക്ലബ് ഹൗസ് ഇവിടെ. അതിനുശേഷം ലിങ്ക്ഡിൽ നമുക്കൊരു പേജ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനിത് എടുത്ത പേജ് ഗ്രൂപ്പാണ് എടുത്തത്. നമുക്കൊരു പേജ് കൂടിയുണ്ട്.
ഓക്കെ, 5000-ഓളം ഒരു 4600-700-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. നമ്മുടെ ഇവന്റ്സിന്റെ ഡീറ്റെയിൽസും കുറച്ച് പോൾസ് ക്യൂസസ് ഒക്കെ വരാറുള്ള ഒരു പേജാണത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാൻ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട്. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള DM കോൺ ഇവന്റ്സിന്റെ പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ എക്സിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ടെലഗ്രാം ഉണ്ട്. ഇതിന്റെ ടെലഗ്രാം വാട്സാപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാനുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. എനിവേ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. കുറച്ച് പേര് കൂടി ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പറയാറുള്ള ഒരു കാര്യം, 8:05 മുമ്പ് കഴിയുന്നതും ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് വേറൊരാൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുണ്ടാവില്ല. അപ്പൊ നമുക്ക് 40 പേരായിട്ടുണ്ട് ഇവിടെ. ഞാൻ ഈ പറഞ്ഞ ലിങ്കുകളൊക്കെ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം. താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇനി നമ്മുടെ ഓൺലൈൻ സെഷൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മന്ത്ലി സീരീസ് ആയിരുന്നു ഏറ്റവും അവസാനം നടത്തിയ സീരീസ്. നമ്മളൊരു പുതിയ സീരീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏറ്റവും വിചാരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീരീസ് ഓൺലൈനിൽ ബിഗിനർ സീരീസ്, ഡെവോപ്സ് ബിഗിനർ സീരീസ് 2024 എന്നുള്ളതാണ്. നമ്മളിത് നേരത്തെ ഒരു 3 മാസത്തോളം സമയമെടുത്ത് 20 സെഷൻസ് 20 വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് ഒരു സെഷൻ നടത്തിയിരുന്നു, ഒരു സീരീസ് നടത്തിയിരുന്നു. അതിന്റെ 2024 വേർഷൻ, പുതിയ ടൂൾസ്, പുതിയ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേർഷൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സെഷൻ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുള്ളതല്ല, ഒരു സ്റ്റാൻഡ് അലോൺ സെഷനാണ്. മലയാളത്തിലുള്ള സെഷനാണ്. നമ്മുടെ റെഗുലർ സ്പീക്കർ ആയിട്ടുള്ള ലിൻസി ചേട്ടനാണ് എടുക്കുന്നത്. ഡെവോപ്സ് മലയാളത്തിന്റെ സ്ഥിരം മെമ്പേഴ്സിന് ലിൻസി ചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സുപരിചിതനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ലിൻസി ചേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ആർക്കിടെക്ട് ആണ്, സീനിയർ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ അലയൻസ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. നമുക്ക് ഇതിനു മുമ്പും നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ഇവന്റ്സിലൊക്കെ പല സെഷൻസ് എടുത്തിട്ടുള്ള ആളാണ്. ഇന്ന് നമുക്ക് എടുക്കുന്ന ഈ സെഷൻ, ഇതിന്റെ ഒരു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് മൈഗ്രേഷൻ മാസ്റ്ററി, സ്ട്രാറ്റജീസ്, പ്ലാനിങ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതിനെക്കുറിച്ച് ആ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അതിന്റെ ടൈറ്റിൽ തന്നെ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ലിൻസി ചേട്ടൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് സെഷൻ പ്രോഗ്രസ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ ചാറ്റിലിടാം. കുറഞ്ഞതൊരു 3 സെക്ഷനായിട്ടായിരിക്കും പോവുക. ഞാൻ പറഞ്ഞല്ലോ, പ്ലാനിങ് ഉണ്ട്, സ്ട്രാറ്റജീസ്, ബെസ്റ്റ് പ്രാക്ടീസസ്. സോ ലിൻസി ചേട്ടനെ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് ആൻസർ ചെയ്യാം. അതിനുശേഷം ലിൻസി ചേട്ടൻ സംസാരിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും, അൺമ്യൂട്ട് ചെയ്തിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനും ആൻസർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ലിൻസി ചേട്ടാ, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്, നമുക്ക് തുടങ്ങാം. താങ്ക് യു സിജോ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. സ്ക്രീൻ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ട്. എനിക്ക് കാണുന്നില്ല. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് കാണാൻ പറ്റത്തില്ല. സോ മൈഗ്രേഷൻ, അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് മൈഗ്രേഷൻ ആണ്. സോ മൈഗ്രേഷൻ, ക്ലൗഡ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മനസ്സിലോട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓൺ പ്രമിൽ നിന്ന് ഒരു VMO അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നേരെ കൊണ്ടുവന്ന് നേരെ ക്ലൗഡിൽ ഇടുക എന്നുള്ളതാണ്. അതായത് ഒരു ആപ്ലിക്കേഷനെ എങ്ങനെ നമുക്ക് ക്ലൗഡിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഒരിക്കലും ഒരു VM-നെ കോപ്പി ചെയ്ത് മേളിൽ കൊണ്ടുപോകുന്നതിൽ തീരുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്റ്റാർട്ട്. പണ്ടത്തെ ഇപ്പം ഏർലി ഡേയ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ പ്രമിൽ സൊല്യൂഷൻസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലൗഡിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാരുകൾ ഇതിന് മേളിലോട്ട് കൊണ്ടുവന്നത്, ക്ലൗഡിലേക്ക് കൊണ്ടുവന്നത്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർക്ക് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇവര് ഓൺ പ്രമിൽ ഇരുന്ന മെഷീൻസ്, അതായത് സെർവേഴ്സ് ആയാലും സ്റ്റോറേജസ് ആയാലും നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആയാലും സെക്യൂരിറ്റി ഡിവൈസസ് ആയാലും
എല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു അവസരം വരുന്നു. അപ്പം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അങ്ങ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്, ഓക്കെ, വൈ നോട്ട് ഐ യൂസ് ദ ക്ലൗഡ്. അപ്പോൾ ക്ലൗഡിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇറ്റ്സ് ഓൾറെഡി എ ഷെയർഡ് എൻവയൺമെന്റ്, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ഓൺ എ ക്ലിക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം കൂടുതൽ ആൾക്കാർ അതിനകത്തോട്ട് പോകാനായിട്ട് തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ഈ പുതിയ കമ്പനീസ്, ന്യൂ കമ്പനീസ്, സ്റ്റാർട്ടപ്സ്, സ്മോൾ ബിസിനസ്, അങ്ങനത്തെ കുറെ സാധനങ്ങളില്ല. അവര് ഈ പറയുന്ന മെഷീൻസ് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇവരിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അവർ ബിൽഡ് ചെയ്ത് അത് എത്ര നാൾ ഓടുമെന്നോ, അത് ആരൊക്കെ പർച്ചേസ് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഡെമോ, അവർക്ക് ഒരു ക്ലൈന്റിന് ഡെമോ കാണിക്കണം, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ഒരു സെർവർ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഡിപ്ലോയ് ചെയ്യാനായിട്ടൊക്കെ വലിയ പാടാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വന്നപ്പോഴത്തേക്കാണ് ക്ലൗഡിന്റെ യൂട്ടിലൈസേഷൻ കൂടി വന്നതും ക്ലൗഡിലോട്ട് വർക്ക് ലോഡ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത് ക്ലൗഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങളോട് ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൗഡിന്റെ സ്കെയിലബിലിറ്റി, അവൈലബിലിറ്റി, പെട്ടെന്ന് റിസോഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അങ്ങനത്തെ ഉള്ള ഈസിനെസ് കൊണ്ടാണ് കൂടുതലും ക്ലൗഡിലേക്ക് മൈഗ്രേഷനിലേക്ക് വന്നത്. ഓക്കെ, സോ ഈ ക്ലൗഡ് മൈഗ്രേഷൻ ഇപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഓൺ പ്രം ടു ക്ലൗഡ് എന്നുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഇത്ര സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ റൈറ്റ് നൗ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒപ്റ്റിമൈസേഷൻ ഓഫ് ക്ലൗഡാണ്. അതായത് ഒക്കെ എല്ലാം എടുത്ത് മേലെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്ന് ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ പോയേന്ന്, കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ആ മൈഗ്രേഷൻ അത്ര പോകുമ്പം ഇറ്റ്സ് നോട്ട് പ്രോപ്പർലി ഡൺ, ഒരു ഒപ്റ്റിമൈസ്ഡ് വേർഷൻ അല്ല. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് ചുമ്മാ കൊണ്ടുപോയി അവിടെ ഇട്ടു, കുറെ നാൾ അത് ഓടുന്നു, ബില്ല് വരുന്നു. അപ്പൊ അവർ പാരലലി ഒരു ന്യൂ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, പക്ഷേ അത് ക്ലൗഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് രീതി, പല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. നമുക്ക് ആ ഒപ്റ്റിമൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് ആ കൂടുതലേക്ക് നമുക്ക് നോക്കാം. പക്ഷെ അതായത് ക്ലൗഡ് ഒപ്റ്റിമൈസ്ഡ് രീതി എങ്ങനെ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അത് വന്നിട്ട് നമുക്ക് മൈഗ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്ലൗഡ് ടു ക്ലൗഡ്. അത് ഞാൻ ആദ്യം കൊണ്ടുവന്ന ഒരു ക്ലൗഡിലിട്ടു, അതായത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ ഭയങ്കരമായിട്ട് ബില്ല് തരുന്നു. എന്നാൽ അടുത്തവൻ ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിനക്ക് ഇത്ര ഡിസ്കൗണ്ട് തരാം, നീ പോരെന്ന് പറയും. അപ്പോഴത്തേക്ക് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്ന ചാടിക്കറി എല്ലാം കൂടെ എടുത്തിട്ട് എന്നാൽ ഇപ്പം ഇവിടുന്ന് പൊക്കിയെടുത്ത് അപ്പുറത്തിടാം. ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഒരു ഡെമോ, ഇപ്പൊ ഒരു ക്ലൗഡിൽ കിടക്കുകയാണ് എൻ്റെ ഒരു ഓൺ പ്രമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ കിടക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് അവൈലബിൾ റിസോഴ്സിന്റെ ഒരു എക്സ്പാൻഷൻ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ ഈ പറയുന്ന മൈഗ്രേഷൻ കേപ്പബിലിറ്റി കൂടുകയാണ്. എന്നുവെച്ചാൽ അപ്പം അവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാസ് സ്പ്രെഡ് അക്രോസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു ഹൈ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് വേറൊരു ഇതിന് ഒരു ബാലൻസിന് വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ റീഡിഫൈൻ ചെയ്തിട്ട് അതിനെ അവര് ഇത് ചെയ്യും, ഈ മൈഗ്രേഷൻ നടത്തും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ ആർക്കിടെക്റ്റിംഗ് ആണ്. അതായത് ക്ലൗഡിൽ ഇപ്പം മൈഗ്രേഷൻ ചെയ്യുന്നു. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനെ നമ്മൾ ക്ലൗഡിൽ കൊണ്ടിട്ടാൽ എങ്ങനെയൊക്കെ അതെന്ന് വെച്ചാൽ എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിച്ച് അതിന് വെട്ടിമുറിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷനാലിറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആ ഫങ്ഷനാലിറ്റിക്ക് നമുക്ക് ഇതുപോലെ ഡെഡിക്കേറ്റഡ് റിസോഴ്സിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇപ്പം മാനേജ്ഡ് വേണോ അതോ അൺമാനേജ്ഡ് വേണോ എന്നുള്ളത്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ലെറ്റ്സ് സേ എനിക്കൊരു ഡേറ്റാബേസ് ഉണ്ട്, എനിക്ക് അത് RDS എടുത്തിടാം. RDS ഇട്ടാലും അത് മാനേജ്ഡ് ബൈ AWS ആണ്. പക്ഷെ എന്നാലും എനിക്കൊരു എഞ്ചിനീയറിന് അവിടെ ആവശ്യമുണ്ട് ഇത് മൊത്തം ഇത് ചെയ്യാനായിട്ട്, ഈ സ്കെയിലിങ്ങോ അല്ലെങ്കിൽ മെമ്മറി കൂട്ടി കൊടുക്കാനത്. പക്ഷെ ആ സാധനത്തിന് നേരെ ഞാൻ ഫാർഗേറ്റിലോട്ട് വല്ലതും മാറ്റിയാലോ. അപ്പൊ സെർവർലെസ് പാർട്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സെർവർലെസ്
അതുപോലെ എന്താ ക്ലൗഡ് മാനേജ്ഡ് റിസോഴ്സസ്, അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസസും കൂടെ യൂട്ടിലൈസേഷൻ തുടങ്ങി. ഇത്രയും നാൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഇൻഫ്രാ ആസ് എ സർവീസ് ആയിരുന്നു. പക്ഷെ ഇനിയിപ്പം നമുക്ക് പ്ലാറ്റ്ഫോം ആസ് എ സർവീസും കൂടെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ നമുക്ക് വെട്ടിമുറിക്കാനായിട്ടുള്ള ഒരു ഇത് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അതാണ് അവിടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഒപ്റ്റിമൈസേഷൻ ഓഫ് ക്ലൗഡ് റിസോഴ്സസ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അവിടെയും മൈഗ്രേഷൻ ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടിന്റെ കാര്യമാണ്. കമ്പ്യൂട്ടർ മാത്രമാണോ മൈഗ്രേഷൻ? ചേട്ടാ സോറി, ഒരു ചാറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയതാണോ? അല്ല, ഞാൻ ജസ്റ്റ് ഈ കഥ പറഞ്ഞു വരുന്നുണ്ട്. സ്ലൈഡ് മാറുന്നുണ്ടോ നോക്കിയേ? സ്ലൈഡ് മാറുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം വന്നതാണ്, എനിക്കും തോന്നിയത് സ്ലൈഡ് തന്നെ നിൽക്കുന്നതാണ്. ഞാൻ ആ ഇൻട്രോ പറഞ്ഞത് കൊണ്ട് ഞാനത് അപ്പം പോയല്ലോ. ഓക്കെ, സോ അപ്പൊ മെയിൻലി അപ്പൊ അങ്ങനത്തെ സംഭവമാണ്. അതായത് ഈ പുതിയ എൻവയൺമെന്റ് ഒപ്റ്റിമൈസ് ചെയ്ത് അവർ യൂട്ടിലൈസേഷനൊക്കെ നോക്കി, എക്കണോമിക്കലാണോ എന്ന് നോക്കി, അങ്ങനത്തെ റീ ആർക്കിടെക്റ്റിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അതിൽ നമുക്ക് മാനേജ്ഡ് റിസോഴ്സസ് വേണോ, അൺമാനേജ്ഡ് റിസോഴ്സസ് വേണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ മൈഗ്രേഷൻ വിൽ ബി ഡിഫറെന്റ്. അപ്പം ആ ഒരു ഇങ്ങനത്തെ കുറെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി നമുക്കിനി മൈഗ്രേഷനിലോട്ട് കയറിപ്പോകാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മൈഗ്രേഷൻ, ഒരു സക്സസ്ഫുൾ സ്റ്റെപ്പ് ഓഫ് മൈഗ്രേഷൻ വേണമെന്ന് 4 സ്റ്റെപ്പിലാണ് ആളുകൾ. ഫസ്റ്റ് തിങ് നമുക്ക് അസസ്മെന്റ് ആണ് വേണ്ടത്. നമ്മൾ എന്തിനെയാണ് അവിടെ കൊണ്ടുപോകുന്നത്, എന്താണ് ആപ്ലിക്കേഷൻ, എന്ത് സ്വഭാവമാണ് ആ ആപ്ലിക്കേഷൻ ഉള്ളത്, അതിന്റെ കണക്ടിവിറ്റി എങ്ങനെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറെ നടത്തണം. ഒരുപാട് അസസ്മെന്റ് അത് നല്ലോണം പ്ലാൻ ചെയ്യണം. അത് അസസ്മെന്റ് ഇത്. അത് കഴിഞ്ഞാണ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. ഓക്കെ, ഇതെങ്ങനെ കൊണ്ടുപോകാം, ഇതിന്റെ റോഡ് മാപ്പ് എത്ര നാളും കൊണ്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ എത്ര ഡേറ്റ സൈസ്, അപ്പൊ പ്രൈസിങ് എങ്ങനെ, അതെല്ലാം കൂടെ വരും. പിന്നെ ഈ പ്ലാനിങ് നമ്മൾ ഡേറ്റ് ബൈ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എക്സിക്യൂഷൻ ജോബിലാണ്. അവിടാണ് നമ്മുടെ ഡെവലപ്പ് എഞ്ചിനീയേഴ്സിന്റെ റോൾ വരുന്നത്. ഡെവലപ്സ് അവിടെ ആ ഡിപ്ലോയ്മെന്റ്, അത് ഈ പറയുന്ന ടൈം ലൈൻ കൊണ്ട് വാലിഡേറ്റ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കി കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കുന്നത് ആ തേർഡ് ഫേസിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സാധനം നേരെ ഈ ടെസ്റ്റിംഗ് എല്ലാം വാലിഡേഷനും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഈ സാധനം പ്രൊഡക്ഷനിലോട്ടായിരിക്കും. പിന്നെ പ്രൊഡക്ഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഓപ്പറേഷൻസും ഓപ്റ്റിമൈസേഷനും വരുന്നത്. ഓപ്പറേഷൻസ് അപ്പം ഈ സമയത്താണ് ബാക്കപ്പിംഗ്, റിക്കവറിങ്, അത് ഡേ 2 സാധനങ്ങളല്ല. നമ്മളിപ്പോൾ എക്സിക്യൂട്ടീവ് സാധനം എല്ലാം മൈഗ്രേറ്റ് ചെയ്തു. പക്ഷെ ഇനിയിപ്പോൾ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യണം, ഇതിനെ ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. അതായത് ഇതിനെ എങ്ങനെ നമുക്ക് കാശ് റെഡ്യൂസ് ചെയ്യാം. ചിലപ്പം ബാക്കപ്പ് എനേബിൾ ചെയ്ത് അപ്പം പീരിയോഡിക്കലി അത് ക്ലീൻ അപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം വരുന്ന ഈ പറയുന്ന ഇതെല്ലാം ഈ ക്ലൗഡ് മൈഗ്രേഷന്റെ പാർട്ടാണ്. അതായത് ഈ പറയുന്ന എല്ലാ സാധനവും ക്ലൗഡ് മൈഗ്രേഷന്റെ പാർട്ടാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത്, അതായത് ഇതെല്ലാം പ്ലാനിങ് ഫേസിൽ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിത് പ്ലാൻ ചെയ്തെടുക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്ലാനിങ് ഫേസിൽ എന്തൊക്കെയാണ് മെയിൻലി വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡേറ്റ ഇന്റഗ്രിറ്റിയാണ്. അത് ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ആപ്ലിക്കേഷന്റെ കണക്ടിവിറ്റി. ഫസ്റ്റ് തിങ് കണക്ടിവിറ്റി. എക്സ്റ്റേണൽ കണക്ഷൻ ഉണ്ടോ, ഇന്റേണൽ കണക്ഷൻ ഉണ്ടോ, അത് ഓൺ പ്രിമുമായിട്ട് എന്തെങ്കിലും കണക്ടിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെണ്ടറുമായിട്ട് എന്തെങ്കിലും കണക്ടിവിറ്റി ഉണ്ടോ. ചിലയൊക്കെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാങ്കിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നു. ഞാൻ ജെന്യുവൻ ആണോ, എനിക്കെതിരായിട്ട് എന്തെങ്കിലും സൈബർ ഇതുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഫ്രോഡ് ഉണ്ടോ, അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തേർഡ് പാർട്ടി വെണ്ടറിന്റെ ഒരു സൈറ്റിലോട്ടായിരിക്കും അവർ പോകുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ അങ്ങോട്ട് വിടും, അതിൽ അനലൈസ് ചെയ്തിട്ട് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഗ്രീൻ വരും. അപ്പം അങ്ങനത്തെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഒരു എക്സ്റ്റേണൽ കണക്ടിവിറ്റി അവിടെ വന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ.
ഡെഫിനറ്റ്ലി നമ്മളിപ്പം ഒരു ഓൺലൈൻ സൈറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നമുക്ക് നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് മിക്കവാറും ഒരു തേർഡ് പാർട്ടി ആയിരിക്കും, ഒരു തേർഡ് പാർട്ടിയുടെ സാധനമായിരിക്കും. അപ്പം നമ്മുടെ ഇവിടുന്ന് ഡേറ്റ അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. അപ്പം ആപ്ലിക്കേഷൻ അങ്ങനത്തെ ഒരു ഡേറ്റ ഇന്റഗ്രിറ്റി ഉണ്ട്. ആ ഇന്റഗ്രേഷൻസ് എല്ലാം കറക്റ്റ്ലി അനലൈസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന മൈഗ്രേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ ഒരു ഡൗൺ ടൈം വന്ന് എത്രമാത്രം ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യും. ഈ ഇമ്പാക്ട് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കണം. അതായത് ഈ ഇമ്പാക്ട് ചിലപ്പം എത്ര മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പം നമ്മൾ റിക്കവറി ടൈം, അതായത് എന്താ ഇതിന് പറയാ, RTO, ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഇമ്പാക്റ്റിന്റെ ഇത് നോക്കുന്നത്. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് എത്ര അപ്പം അവിടെ എല്ലാം ഈ ഒരു സാധനം നോക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഇതുപോലെ ഇരിക്കും. അത് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് ഞാനത് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം ബിസിനസ് ഇമ്പാക്റ്റിന്റെ. അപ്പം ബിസിനസ് ഇമ്പാക്ട് നോക്കണം. പിന്നെ ഇത് കോസ്റ്റ്, ഫസ്റ്റ് ദ തേർഡ് തിങ് ഇസ് കോസ്റ്റ്. അതായത് അതായത് നിങ്ങളൊരു സാധനം കൊണ്ടുവന്ന് മേളിലിട്ട്, ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു ഇത് എനിക്ക് ഹൈ അവൈലബിലിറ്റി വേണം, അതുകൊണ്ട് എൻ്റെ VM ഇവിടെ ഒരു അവൈലബിലിറ്റി സോണിൽ കിടന്നിട്ട് ഉടനെ ഞാൻ അതിൻ്റെ റെപ്ലിക്ക നേരെ കൊണ്ടുവന്ന് വേറൊരു അവൈലബിലിറ്റി സോണിലിട്ട് എന്നിട്ട് അത് പിന്നെ ഒരു മൂന്നാമത്തെ ഒരു അവൈലബിലിറ്റി സോണിൽ വീണ്ടും ഞാൻ കൊണ്ടിട്ട് അത് അപ്പം നോക്കണം. പാരലലി സെയിം ആപ്ലിക്കേഷൻ മൂന്ന് ഇൻസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അതിനെ എന്തുകൊണ്ട് നമുക്ക് ഓട്ടോ സ്കെയിലിങ്ങിലോട്ടോ വല്ലതും മാറ്റിക്കൂടാ? നമുക്കൊരു ഇപ്പോൾ വലിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ 5 സെർവറൊക്കെ ആയിരിക്കും അപ്പാക്കിയിടുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എയർലൈൻ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് സമയത്താണ് ബുക്കിംഗ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു പീക്ക് ടൈം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഞാൻ ആ സമയത്ത് ഒരു 20 സെർവർ ക്ലൗഡിൽ ഉണ്ടാക്കിയിടുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ഇതാണ്. എനിക്ക് ആ പറയുന്ന ടൈമിൽ പോലെ എനിക്ക് എക്സ്പാൻഷൻ. അപ്പം അങ്ങനത്തെയൊക്കെ സാധനം അതിന്റെ അപ്പം അത്രയും കോസ്റ്റ് എനിക്ക് ഓവർ ഹെഡ് ആവുകയാണ്. അപ്പം അതൊന്ന് അനലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇമ്പാക്റ്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി സംസാരിച്ചു. പിന്നെ പൊട്ടൻഷ്യൽ ഡൗൺ ടൈം ഞാൻ ഒക്കെ പറഞ്ഞു. പിന്നെ ക്വാളിറ്റി, ഈ പെർഫോമൻസ്, ഈ ക്വാളിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി നോക്കുന്നത് പെർഫോമൻസ് ആണ്. അതായത് നമുക്കിപ്പം ഓൾറെഡി ഇപ്പം VM കിടക്കുന്ന സാധനം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ ഓൺപ്രമിൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു IOPS വരുന്ന ഒരു സാധനം, ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പം ആലോചിക്കണം, IOPS വരുന്ന ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലൗഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഫിസിക്കൽ ഈ പ്രോസസ്സിങ്ങുമായിട്ട് ഇതുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ബിക്കോസ് നമ്മളൊരു വെർച്വലൈസ്ഡ് എൻവയൺമെന്റിലാണ് അത് കിടക്കുന്നത്. അതും നമ്മൾ ആമസോണിലെ ഒരു ഷെയർഡ് എൻവയൺമെന്റിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യുന്നു. ആ വർക്ക് ലോഡ് നമുക്ക് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ സാധനവും ക്ലൗഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വർക്ക് ചെയ്യൂല. ലൈറ്റ് വെയ്റ്റഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ വർക്ക് ചെയ്യായിരിക്കും, പക്ഷെ ഒരു ഹെവി ലോഡഡ് ഇതൊക്കെ ഉണ്ട്. എയർലൈൻസ്, ബാങ്കിങ്, അങ്ങനത്തെ കുറെ സെക്ടേഴ്സ് ഉണ്ട്. അവിടുത്തെ സെക്ടേഴ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാ വർക്ക് ലോഡും ക്ലൗഡ് ഒപ്റ്റിമൈസ്ഡ് അല്ല അത്. അപ്പം അത് അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ അതിനെ പൊക്കിയെടുത്ത് നേരെ ക്ലൗഡിൽ കൊണ്ടുപോയിടാനായിട്ട്. അതായത് അതാണ് പ്ലാനിങ് ഫേസിലെ മെയിൻ തിങ്. ഓക്കെ, സോ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനത്തെ പാർട്ട് എന്തെങ്കിലും ഉണ്ടോ പ്ലാനിങ്ങിന്റെ ഫേസിൽ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ? ഓക്കെ, താങ്ക് യു ലിൻസ് ചേട്ടാ. ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ജസ്റ്റ് അതിന്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. എനിവേ സ്ട്രാറ്റജി, ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. സോ എനിവേ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിലിടാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, സെഷൻ കഴിഞ്ഞ ശേഷമാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. സോ നമുക്കിനി ഒരു മിനിറ്റ് ചേട്ടാ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ എന്നൊന്ന്.
ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓക്കെ എന്നാ ചോദിച്ചേക്കാം എന്ന് വിചാരിച്ച് ചോദിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ആർക്കും ചോദ്യങ്ങളില്ല. സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനിവിടെ നമ്മുടെ വാട്സാപ്പ് ബിഗിനേഴ്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഫുള്ളാണ്. സോ ബിഗിനേഴ്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ ലിൻസേട്ടാ, പ്രൊസീഡ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻസ് എന്നുള്ളത്. സോ ഞാൻ ഇൻട്രൊഡക്ഷൻ ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ, ഡേറ്റാബേസ് സ്റ്റോറേജ്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് മൈഗ്രേഷൻസ് ഉണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു നമുക്കിപ്പോൾ നോക്കിയോ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എങ്ങനെ നമുക്കത് മേളിലോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പം ഈ ടൈപ്പ് ഓഫ് മൈഗ്രേഷനിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫേസ്, അതൊരു ഫ്രണ്ട് എൻഡ് ആവാം, അല്ലെങ്കിൽ ലെറ്റ്സ് ഒരു ഷോപ്പിംഗ് കാർട്ട് ആവാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് ആവാം, എന്തും ആയിക്കോട്ടെ. ആ ആപ്ലിക്കേഷൻസിനെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിനൊരു പർട്ടിക്കുലർ സ്ട്രാറ്റജി നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പം ഈ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചില സാധനങ്ങളിൽ ലോഡ് ബാലൻസറിൽ പോകണം, ചില സാധനം ഓട്ടോ സ്കെയിലിങ്ങിന് പോകണം, ചിലതിന് റിസർവ്ഡ് ഇൻസ്റ്റൻസസിലോട്ട് പോകണം. അപ്പം അതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് പോകാനായിട്ട്. ആപ്ലിക്കേഷൻ്റെ ബേസിൽ VM ബേസ്ഡ് വരുമ്പോഴത്തേക്ക് അതേപോലെ ഡേറ്റാബേസിനും ഇതേപോലെ. അതായത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പം പക്ഷെ ഡേറ്റാബേസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. ഈ ഡേറ്റാബേസിൽ എന്തുമാത്രം, അതായത് ഇപ്പം നോക്കിയാൽ ഇപ്പം ചില രാജ്യങ്ങളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് അവരുടെ ഡേറ്റ ഒരിക്കലും വേറൊരു ഇതിൽ പോയി കിടക്കാൻ പാടില്ല. വേറൊരു രാജ്യത്തിൻ്റെ അവരുടെ കൺട്രി ബേസ്ഡ് ആയിരിക്കണമെന്ന് നിയമങ്ങളുണ്ട്. അതായത് GDPR ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് വേണം. അപ്പം ആ പർട്ടിക്കുലർ റീജിയനിലായിരിക്കണം നമ്മൾ ആ ഡേറ്റയെ കൊണ്ടിടേണ്ടത്. അതുപോലെ തന്നെ അത് ക്ലൗഡ് നമുക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ വേണം മൈഗ്രേഷൻ നടത്താനായിട്ട്. അതുപോലെ തന്നെ ചില വർക്ക് ലോഡുകൾ നമുക്ക് ഇതുപോലെ സെർവർലെസ് ആയിട്ട് ഉപയോഗിക്കാം. അറോറയിലോ അല്ലെങ്കിൽ MySQL ഫാർഗേറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ അതൊക്കെ അനാലിസിസും അങ്ങനത്തെയൊക്കെ മൈഗ്രേഷൻസ് വരുന്നത് ഡേറ്റാബേസ് മൈഗ്രേഷൻസ്. ഇവിടെ അതിന് പ്രത്യേകം ഒരു ട്രാക്കാണ്, അത് ഡേറ്റാബേസ് മൈഗ്രേഷൻ. അത് DB അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാം കൂടെ ചേർന്നായിരിക്കും അത് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ ഡെഫിനറ്റ്ലി നമുക്ക് ഡെവോപ്സ് ടീംസിന് നമുക്ക് ചെയ്യാൻ പറ്റും, മറ്റേ ഓപ്പറേഷൻ ടീംസിന് ചെയ്യാൻ പറ്റും, ഒരു ക്ലൗഡ് എഞ്ചിനീയേഴ്സിന് ചെയ്യാൻ പറ്റും, ഏത് വേണം ടീമിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോറേജ് മൈഗ്രേഷൻ ആണ്. സ്റ്റോറേജ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഇപ്പം സ്റ്റോറേജ് എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം? അങ്ങനത്തെ ഇതുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം ചില കമ്പനികൾ ഉപയോഗിക്കുക, നമ്മുടെ ഷട്ടർ സ്റ്റാക്ക് അതുപോലത്തെ കമ്പനികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അവർക്കൊക്കെ എന്താ ഇമേജസ് ആണ് അവർ സെല് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇത്രയും നാളും അവർ ഓൺ പ്രമിലായിരുന്നെങ്കിൽ നാളെ അവർ ക്ലൗഡ് ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ നേരെ എന്താ പ്രിഫർ ചെയ്യുന്നത്? ലെറ്റ്സ് മൂവ് ഇറ്റ് ടു S3. അതാകുമ്പോഴത്തേക്ക് കാശ് കുറവാണല്ലോ, നമുക്ക് അവിടെ പല റിഡൻഡൻസിയും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി അങ്ങനത്തെ ഒരു സാധനം. അപ്പം ഈ സ്റ്റോറേജ് മൈഗ്രേഷൻ്റെ വരുമ്പോഴത്തേക്ക് മൈഗ്രേഷൻ ടു S3 ആവാം, EFS ആവാം, EBS ആവാം. അപ്പം കുറെ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു SFTP സെർവർ ഉണ്ട്. അതായത് എന്തെങ്കിലും എൻ്റെ കസ്റ്റമർ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് സ്കാൻ ചെയ്യാനും മറിച്ചും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ വർക്ക് ലോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡിലോട്ട് കൊണ്ടുപോകാം. ആ ക്ലൗഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ക്ലൗഡിൽ കൊണ്ടിട്ടാൽ തന്നെ എനിക്ക് ആ സാധനം ഒരു EBS വാളിയത്തിൽ ഇടണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ EFS വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം വെച്ചാൽ അവിടെ EFS പറയുന്ന IOPS ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു തെറ്റുമില്ല. അപ്പം മൈഗ്രേഷൻ ഓഫ് സ്റ്റോറേജ് അവിടെ ആയി. കാരണം ഡേറ്റ സ്റ്റോറേജ് ഡേറ്റ അങ്ങോട്ട് മാറ്റുക. പിക്ചർ ആവാം, ഫയൽ ആവാം, ഇമെയിൽസ് ആവാം, എന്ത് വേണോ ആവാം. അത് അങ്ങോട്ട് സ്റ്റോറേജ് എന്താണോ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ക്ലൗഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതിന് സ്റ്റോറേജ് മൈഗ്രേഷൻ എന്ന് പറയും.
ഇനി ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ്റെ ഒരു കാര്യം വിട്ടുപോയ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ്റെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന കുബർനെറ്റിസ് കൺവേർഷനും അതും എല്ലാം ആപ്ലിക്കേഷൻ കൺവേർഷൻ മൈഗ്രേഷനിലാണ് അത് വരുന്നത്. അതിൻ്റെ പ്രൊസസ്സർ സ്റ്റോറേജും കാര്യങ്ങളും അത് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആണ്. അത് ഈ സ്റ്റോറേജുമായിട്ട് ബന്ധമുള്ളതല്ല. നമ്മുടെ സ്റ്റോറേജ് എന്ന് പറയാൻ ഈ സ്റ്റോറേജ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഡേറ്റ മൈഗ്രേഷൻ ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റിലോട്ട് പോകാം. ഇനി നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് നോക്കാം. ഓക്കെ, ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കുറച്ച് ആൾക്കാർ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെ ഈ മൈഗ്രേഷൻ ഇപ്പോഴത്തെ രീതി അനുസരിച്ച്, ഇപ്പം പഴയ രീതി അനുസരിച്ച് ചിലപ്പോൾ മോണോലിത്തിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് ഒരു സിംഗിൾ ഒരു വലിയ ഹ്യൂജ് കോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിലിട്ട കോഡായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഡെവലപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് MVC എന്നൊക്കെ പറഞ്ഞ കുറെ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അതില് അവര് ഈ മൈക്രോസോഫ്റ്റ് പറയണമെന്ന് വെച്ചാൽ അനുസരിച്ച് പറയുമ്പോൾ ഈ സാധനം ഓൾറെഡി ഫ്രെയിം വർക്ക്ഡ് ആണ്. സോ യു ക്യാൻ ചേഞ്ച് ദ ചേഞ്ചസ് ഹിയർ ആൻഡ് അങ്ങനെ ഇത് മൊത്തം അതായത് ഒരു സാധനം പോയാലും കുഴപ്പമില്ല, ഇത് വരും. പക്ഷെ ഇപ്പോഴത്തെ റീ ആർക്കിടെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റീഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവർ നോക്കണമെന്ന് പറഞ്ഞാൽ ഓരോ ഫീച്ചറിനെയും പ്രത്യേകം ആക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഷോപ്പിംഗ് കാർഡ് എടുക്കാം. നമ്മൾ ആദ്യം തുറക്കുമ്പോഴത്തേക്ക് ഒരു യൂസർ ഇന്റർഫേസ് ആണ് കാണുന്നത് അല്ലേ? യൂസർ ഇന്റർഫേസിൽ ആ ഒരു ടാബ് നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ വരുമ്പോഴത്തേക്ക് ഒരു ഇത് കാണും, എന്താ ഒരു ആഡിന്റെ ഒരു വിഷയം കാണും. അതൊക്കെ എന്താണോ അവരുടെ സെയിൽസ് പ്രൊമോഷൻ, അത് ഗ്രേറ്റ് ഇന്ത്യൻ മറ്റേ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തായിരിക്കും, കുറെ ഏതൊക്കെയായിരിക്കും ഓഫേഴ്സ് ഉള്ളത്, അങ്ങനെ പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഇതായിരുന്നായിരിക്കും, പല ഫ്രെയിം വർക്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം കണ്ടെയ്നറൈസ്ഡ് ആക്കുക, കണ്ടെയ്നറൈസ്ഡും സെർവർലെസ്സും ആക്കാനാണ് നോക്കുന്നത്. കാരണം ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു, കണ്ടെയ്നറൈസും സെർവർലെസ്സും ആക്കി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കത് വലിയൊരു ഹോൾ തിങ്ങിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സെർവർലെസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പറിന് തന്നെ എല്ലാം സാധനങ്ങൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അവൻ നേരെ അതിനൊരു നമ്മുടെ ഡെവലപ്പ് ടീം ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ചെയ്യാനായിട്ടും എല്ലാം ചെയ്തു തരും. ഇവിടെ കോഡ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ആർക്കോ CD ഒക്കെ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ഡിപ്ലോയ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അതായത് അവിടെ ഒരു റീ ആർക്കിടെക്റ്റിംഗ് അവിടെ കൊണ്ടുവരികയാണ്. അത് റീ ആർക്കിടെക്റ്റിംഗ് ഇൻ ഫേസ് ഓഫ് കോഡാണ്, അല്ലാതെ എന്താ ഇപ്പം നോക്കി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ക്ലൗഡിൽ ഞാൻ ഓട്ടോ സ്കെയിലിങ്ങിൽ വെച്ചിട്ടുണ്ട്, ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് മിഡ് ലെയറിന് വേണ്ടിയിട്ട് കുറെ വെച്ചിട്ടുണ്ട്, ഡേറ്റാബേസിന് വേണ്ടി കുറച്ച് ലെയർ വെച്ചിട്ടുണ്ട്. അതല്ല റീ ആർക്കിടെക്ട്, ഇത് സോഴ്സ് കോഡ് റീ ആർക്കിടെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഫീച്ചർ അനുസരിച്ച്. ഇപ്പം ഈ പറയുന്നത് ഇപ്പൊ എൻ്റെ ഷോപ്പിംഗ് കൾച്ചർ അവൻ സൈഡിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നിങ്ങൾ എന്തൊക്കെയാണ് റീസെന്റ് വാങ്ങിച്ചത്, നിങ്ങൾ എന്തൊക്കെയാണ് നോക്കിയത്, അതിൻ്റെയൊക്കെ ഡേറ്റാസ് അടക്കാണ്. അതൊരു പർട്ടിക്കുലർ ഫീച്ചറാണ്, അതൊരു പർട്ടിക്കുലർ കണ്ടെയ്നറാണ്. സോ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മൈഗ്രേഷൻ നമ്മൾ ഒരു വലിയ മോണോലിത്തിക്കൽ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ക്ലൗഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത്, അതായത് ഒരു സോഴ്സ് കോഡിനെ വെട്ടിമുറിച്ച് ഫീച്ചറാക്കി മൊഡ്യൂളറൈസ് ആക്കി അതിനെ ഓരോ ചെറിയ കണ്ടെയ്നേഴ്സ് ആക്കി അല്ലെങ്കിൽ പോട്ടെ സെർവർലെസ് ആക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കണം. അതിനൊരു അനാലിസിസ് ഉണ്ട്. നമുക്ക് എന്ത് ആക്കാൻ പറ്റും, എന്താക്കാൻ പറ്റും എന്നുള്ളതിന്റെ കംപ്ലീറ്റ് അനലൈസേഷൻ ഉണ്ട്. അതനുസരിച്ച് വേണം ഇതിനെ മൈഗ്രേഷൻ നടത്താനായിട്ട്. പക്ഷെ ഇത് നമുക്ക് ഡെവലപ്സ് ടീമിന് മാത്രമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഡെഫിനറ്റ്ലി ആപ്ലിക്കേഷൻ ടീമിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ആർക്കിടെക്ട്സിന്റെ ആവശ്യമുണ്ട്. കാര്യം വെച്ചാൽ അവർ വേണം ഇത് തീരുമാനിക്കാനായിട്ട് എന്തിലോട്ട് എന്ത് വേണം എന്നുള്ളത്. പിന്നെ ഹലോ, സോറി, ഫ്ലോ കളയാനല്ല, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ പിക്ചർ ശരി കാണാൻ പറ്റുന്നില്ല. സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീൻ ആക്കാമോ? സ്ലൈഡ് ഷോ കൊടുത്താലും മതിയാവും.
അവിടെ നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആണ്. എനിക്ക് ആ നാവിഗേഷന് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു ജസ്റ്റ് നമ്മുടെ റൈറ്റ് ആരോ മതിയല്ലോ. ഓക്കെ, ഇപ്പൊ എനിക്കും വിടുതറ്റി വേണം നന്നായി. ഫ്ലോ പോയോ? അല്ലെങ്കിൽ കാരണം ചേട്ടനല്ല എപ്പോഴും മനസ്സിൽ നിന്നാണല്ലോ പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ അപ്പം റീഫാക്ടറിങ് ആൻഡ് റീആർക്കിടെക്ചർ രണ്ടിലും പല ആൾക്കാരുടെ ഇതാണ്. ആപ്ലിക്കേഷൻ ടീമിന്റെ ഇതുണ്ട്, ആർക്കിടെക്ട്സിന്റെ ഇതുണ്ട്, പിന്നെ നമ്മുടെ ഓപ്സ് ടീമിന്റെ ഉണ്ട്, ഡെവോപ്സ് ടീമിന്റെ ഉണ്ട്. ഇത് അവരുടെ എല്ലാം കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇത് വരുന്നത്. അത് ഇത്ര ടൈം കൺസ്യൂമിങ് ഇതാണ്. അതിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി ക്ലൗഡിൽ കൊണ്ടിട്ട സാധനമാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ബി ഓപ്റ്റിമൈസ്ഡ്. അത് കണ്ടെയ്നർ ആക്കുക, ചില വർക്ക് ലോഡ്സിനെ സെർവർലെസ്സിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ചില ലാംഡ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ലാംഡ 2-3 ലാംഡ എനിക്ക് നോക്കിക്കണം. ഇപ്പൊ ഇത് ലൂപ്പ് പോലെ കിടക്കുകയാണ്. അതായത് ഇവിടുന്ന് പെന്നെടുക്കാൻ പറ്റും ഇതിനകത്ത്. ഇവിടെ മറ്റേ പേന എടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലേ ഇതില്? സ്ലൈഡിലുണ്ടോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഈ സംഭവം തന്നെ, അപ്പൊ ഒരു ലാംഡയിൽ നിന്ന് വേറൊരു ലാംഡയിലോട്ട് പോയി, ആ ഒരു ലാംഡയിൽ നിന്ന് അടുത്ത ലാംഡയിലോട്ട് പോയി, അങ്ങനെയൊക്കെ സംഭവം. അങ്ങനത്തെ ഒരു ചിലപ്പം ഒരു ആപ്ലിക്കേഷന്റെ ഒരു റിക്വയർമെന്റ് ആയിരിക്കും അത് ലാംഡയിൽ ഇടുന്നതിനേക്കാളും നല്ലത് അത് ഫസ്റ്റ് ലാംഡ വെയിറ്റ് ചെയ്യാണ് അടുത്ത ലാംഡ തീരുന്നത് വരെ. അങ്ങനത്തെ ഒരു വർക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ലാംഡയുടെ ഡിപ്പെൻഡൻസി ഇടരുത്. അതിന് വരെ നേരെ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് വിടാം. അപ്പൊ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് പോയി, അത് തീർന്നു, കാരണം ലാംഡ തീർന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫംഗ്ഷൻ നോക്കിക്കോളും അടുത്തതിലോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം അങ്ങനത്തേക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കിടെക്ട്സും ഓപ്സ് ടീംസും എല്ലാം കൂടെ ഇരുന്നിട്ട് വേണം ഇത് ഡിസൈഡ് ചെയ്യാനായിട്ട്, ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. പിന്നെ ഇത് നോക്കേണ്ട മെയിൻ സംഭവം നോക്കണം, പൈസ കൂടാതെ നോക്കണം. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലുത്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു മാർക്കറ്റിന് കുബർനെറ്റിസ് ക്ലസ്റ്റർ കൊണ്ടുവന്ന് മൈഗ്രേറ്റ് ചെയ്ത് കൊടുത്തതായില്ല അവരുടെ ഒരു ആപ്ലിക്കേഷൻ, അവർ ഞെട്ടിപ്പോകും. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അതായത് സംഭവം തന്നെ വേറെ ഒന്നുമില്ല, നേരെ റീഡിപ്ലോയ്മെന്റ്, അത്രേ ഉള്ളൂ. ഓപ്പൺ പുറമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലൗഡിൽ കിടന്ന സാധനം പൊക്കിയെടുത്ത് സോഴ്സ് കോഡ് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ആർട്ടിഫാക്ട്സ് എടുക്കുക, ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് എൻവയൺമെന്റ് ഉണ്ടാക്കുക, അതിലോട്ട് അങ്ങ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇത് സത്യം പറഞ്ഞാൽ മൈഗ്രേഷൻ സ്ട്രാറ്റജിയിൽ ഇത് മാത്രമല്ല, ഇത് പല സാധനങ്ങളുണ്ട്. ഇത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഓൺലി ഫോർ ക്ലൗഡ്. നെറ്റ്വർക്കിന് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, കട്ടായി പോകുന്നുണ്ട്. ഹലോ, കേക്കാവോ? ഇഷ്യൂസ് ഇല്ല ആക്ച്വലി. സോറി, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാഗത്തായിരിക്കും ഇഷ്യൂ. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ ഒരു ടാർഗറ്റ് എൻവയൺമെന്റ് സെറ്റ് ചെയ്തിട്ട് ഒരു ടാർഗറ്റ് എൻവയൺമെന്റ് സെറ്റ് ചെയ്തിട്ട് അത് ചിലപ്പം ഒപ്റ്റിമൈസ്ഡ് എൻവയൺമെന്റ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു എൻവയൺമെന്റിലോട്ട് മാറ്റിയിട്ട് അതേപോലെ ഈ ആർട്ടിഫിക്സിനെ നേരെ ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് ഇടുന്നുണ്ട് റീപ്ലാറ്റ്ഫോം അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡിപ്ലോയ്മെന്റ് ആണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് പക്ഷെ ആ ആപ്ലിക്കേഷന്റെ റീഡിപ്ലോയ്മെന്റ് അവിടെ നടന്നു, പക്ഷെ ഡേറ്റ ഷുഡ് ബി മൈഗ്രേറ്റഡ്. അവിടെ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി മൈഗ്രേഷൻ്റെ അകത്ത് വരുന്നത്. ഒരു ഡിപ്ലോയ്മെന്റോ അങ്ങനെ പോലും പോവാത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഈ റീആർക്കിടെക്റ്റിങ്ങും റീപ്ലാറ്റ്ഫോമിങ്ങും തമ്മിലുള്ള എന്തെങ്കിലും? നമുക്ക് ചാറ്റിൽ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ചേട്ടാ. മേ ബി എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ടോപ്പിക്കിന്റെ ക്യാരക്ടർ വെച്ചിട്ട് സെഷൻ കഴിയുമ്പോൾ ഒരു ചർച്ചയായിരിക്കും ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടില്ല.
ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഒരു ചോദ്യം. ഓക്കെ, രാജേഷ് ഏട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോറി, ഞാൻ വിട്ടുപോയതാണ്, മേളിലേക്ക് പോയതുകൊണ്ട്. രാജേഷ് ഏട്ടൻ, ഇതിപ്പോ ശ്യാം അവിടെ കറക്റ്റ് ചെയ്തേക്കുന്ന പോലെ ഡേറ്റാബേസ് ആണോ ഉദ്ദേശിച്ചത്? ഡേറ്റാബേസ് സ്റ്റോറേജ് മൈഗ്രേഷന്റെ ഡിഫറൻസ് ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാട്ടോ. സംസാരിക്കാം. ഡേറ്റാബേസ് വേഴ്സസ് സ്റ്റോറേജ്, അതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. ഡേറ്റാബേസ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ഡേറ്റാബേസ് ഇപ്പം ഓൺ പ്രിമിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു SQL ആയിരിക്കും, SQL സെർവർ, ഒറാക്കിൾ, അങ്ങനത്തെ പലതിലും ആയിരിക്കും കിടക്കുന്നത്. അതിനെ മൈഗ്രേറ്റ് ചെയ്ത് ചിലപ്പം ക്ലൗഡിലോട്ട് അതിനെ കൊണ്ടുവരിക. അപ്പം അവിടെ ക്ലൗഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഏത് വേണം? RDS വേണോ, അതോ സെർവർലെസ് വേണോ? സെർവർ ടൈപ്പ് അറോറ ടൈപ്പ് പോലത്തെ ഇതിലോട്ട് പോകണോ? അതോ ആ ഡേറ്റാബേസിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഇതിലോട്ട് കൊണ്ടുവരികയാണോ? ഇതെല്ലാം മൈഗ്രേഷനകത്ത് വരുന്ന, ഡേറ്റാബേസ് മൈഗ്രേഷനകത്ത് വരുന്ന. സ്റ്റോറേജ് മൈഗ്രേഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്രേ ഉള്ളൂ. ഒരു സ്റ്റോറേജ്, നമുക്ക് ആ സ്റ്റോറേജ് ചെയ്തിട്ടുള്ള ആ കുറെ എൻവയൺമെന്റ് ഇതുണ്ട്, സ്റ്റോറേജസ് ഉണ്ട്, ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസിനെ നമ്മൾ ഒന്നിൽ S3 അല്ലെങ്കിൽ EBS അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വർക്ക് ലോഡ്. അതനുസരിച്ച് നമ്മൾ അതിനെ മൈഗ്രേറ്റ് ചെയ്യാനുള്ളത്. അത് ഈ സ്റ്റോറേജ് മൈഗ്രേഷനുള്ള മെയിൻലി നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്റ്റോർഡ് ഡേറ്റാസിനെ എങ്ങനെ നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം, അത് എത്രമാത്രം നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് കോമ്പാറ്റബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയ ഡൗട്ടും കൂടിയുണ്ട്. നമ്മൾ ഈ മൈഗ്രേഷൻ, ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ആണ്. ഞാൻ അത് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും മൈ ഇന്റൻഷൻ വിൽ ബി ദാറ്റ് ഐ വിൽ ബി യൂസിങ് ദ സെയിം ഡേറ്റാബേസ്, റൈറ്റ്? Why should I go for a different one? Or what is the advantage? ഇപ്പൊ മൈഗ്രേഷനിൽ പറഞ്ഞ പോലെ ഡിഫറെന്റ് പാത്ത് ആണോ അതോ ഡിഫറെന്റ് സർവീസസ് ആണോ ഉദ്ദേശിച്ചത്? ഇപ്പം ഞാൻ I have some data. Okay, that is stored in some database. Now, in cloud, they are offering me a different database. പക്ഷെ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രീ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ് അതേപോലെ നമ്മൾ കൊണ്ടുപോകുന്നതല്ലേ? അതാണ് എൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. പ്രീ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ് അതേപോലെ കൊണ്ടുപോകുന്ന പറയുമ്പോഴത്തേക്ക് അവൻ റീപ്ലാറ്റ്ഫോമിങ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞു, XDB ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ സെയിം അതേപോലെ ഒരു VM അവിടെ ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കും നിങ്ങൾ കൊണ്ടിടാൻ പോകുന്നത്. അവിടെ ചെയ്ത റീപ്ലാറ്റ്ഫോമിംഗ് ആണ്, റീഫാക്ടറിങ്ങോ റീആർക്കിടെക്റ്റിംഗ് ആണ്. ഈ റീആർക്കിടെക്റ്റിങ്ങും ഈ റീഫാക്ടറിങ്ങും വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ IBM-ന്റെ ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ക്ലൗഡ് ഒപ്റ്റിമൈസ്ഡ് അല്ല. അതിപ്പം അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില വർക്ക് ലോഡ് ചില ഡേറ്റാബേസ് ക്ലൗഡിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പൈസ കൂടുതലാണ്, അങ്ങനത്തെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ വർക്ക് ലോഡ് ഇത്രേ ഉള്ളൂ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ MySQL വേണമെങ്കിൽ എനിക്ക് ഇടാം. അപ്പൊ അങ്ങനത്തെയൊക്കെ വരുന്ന ഓരോ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ റീആർക്കിടെക്റ്റിംഗ് അവിടെ വരുന്നത്. ഇപ്പം എക്സ് ഡേറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾ നാളെ അത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു VM മൈഗ്രേഷൻ ആണ് ബെറ്റർ. ആ ഡേറ്റാബേസ് അതേപോലെ അതാണ് ബെറ്റർ. ബട്ട് ടുമോറോ യു ആർ ഗോയിങ് ടു സീ ദാറ്റ് എനിക്കിത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വേണം, എനിക്ക് അതിനെ മാനേജബിലിറ്റി കുറയണം, അതിനെ ഹൈ അവൈലബിലിറ്റി കൂട്ടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ റീഫാക്ടറിങ് അവിടെ വരുന്നത്, റീആർക്കിടെക്റ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പം അവർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡേറ്റാബേസിനെ കൺവേർട്ട് ചെയ്തിട്ട് ക്ലൗഡിലോട്ട് കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. കാരണം എന്റെ ഒരേ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വിചാരിച്ച മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സെറ്റപ്പ് നമ്മൾ ക്ലൗഡിലോട്ട് മൂവ് ചെയ്യിക്കുകയാണെന്നാണ്. ഓക്കെ, ദാറ്റ് വാസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഓൺ ടു ക്ലൗഡ് ഉണ്ട്, ക്ലൗഡ് ടു ക്ലൗഡ് മൈഗ്രേഷൻസ് ഉണ്ട്, എക്സ്പാൻഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്, ഓപ്റ്റിമൈസേഷൻ ഓഫ് ക്ലൗഡ് റിസോഴ്സസ് ഉണ്ട്, റീആർക്കിടെക്റ്റിംഗ്, ഇതെല്ലാം മൈഗ്രേഷൻ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പം അത് വളരെ വ്യക്തമായി. ദാറ്റ് പോയിന്റ് ഇസ് വെരി മച്ച് ക്ലിയർ. താങ്ക് യു. താങ്ക് യു രാജേഷ് ചേട്ടാ. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല ചേട്ടാ. അതുപോലെ
ലിങ്ക് ഞാൻ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിങ്കുകളൊക്കെ ഒന്നുകൂടി ഷെയർ ചെയ്യാണ്. അതുപോലെ നമ്മുടെ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ലിങ്ക് ഫീഡ്ബാക്ക് കൂടി ഫില്ല് ചെയ്തിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. ആരെങ്കിലും നേരത്തെ ലീവ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളുടെ ലിങ്കാണ്, അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫീഡ്ബാക്ക് ഫോമിൻ്റെ ലിങ്കാണ്. സോ നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ദയവായിട്ട് ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുക. ഫീഡ്ബാക്കുകൾക്ക് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടുള്ള സെഷൻസ് എപ്പോഴും ക്രമീകരിക്കാറുള്ളത്. നമ്മുടെ സെഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് എല്ലാം വരുത്താറുള്ളത്. ഓക്കെ, ചോദ്യങ്ങൾ ആർക്കും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആരാണ്? സജീറാണ്. സജീർ ചോദ്യം. ഈ ഡാറ്റാബേസ് മൈഗ്രേഷൻ ഒക്കെ ഇത് ഡൗൺ ടൈം വെച്ചാണോ ചെയ്യുക, അല്ലെങ്കിൽ സീറോ ഡൗൺ ടൈം നമുക്ക് മൈഗ്രേറ്റ് ഡെഫിനറ്റ്ലി മൈഗ്രേഷനിൽ ഡൗൺ ടൈം ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾ അവിടെ പുതിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്താലും ഡെഫിനറ്റ്ലി യുവർ പ്രൊഡക്ഷൻ URL ഷുഡ് ബി ഡയറക്റ്റഡ്, റൈറ്റ്? മേ ബി ഇറ്റ്സ് എ ഗ്ലിച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചിലപ്പോൾ ഫ്യൂ സെക്കൻഡ്സോ അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സോ അത്രേ ആവത്തുള്ളൂ. ഓക്കെ. മൈഗ്രേഷൻ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഡൗൺ ടൈം. അതിനൊരു ഡൗൺ ടൈം ഉണ്ട്, ചേഞ്ച് വിൻഡോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ ഇതേ ഉള്ളൂ, ആ ന്യൂ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഞാൻ നോക്കുന്നുണ്ട് ലാൻഡിംഗ് സോണിന്റെ കാര്യം. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യൂല. അൺലെസ് നമ്മൾ അതിനെ സ്വിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ടോട്ടലി പറഞ്ഞ ഒരു ബ്ലൂ ഗ്രീൻ ഡിപ്ലോയ്മെന്റ് പോലെ എന്ത് ഗ്യാപ്പ് വരുമോ ആ ഒരു ഗ്യാപ്പ് ഇവിടെയും വരത്തുള്ളൂ. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ നമ്മൾ ഓൺ പ്രൈമില് ഇപ്പൊ ഡാറ്റാബേസ് ആക്സസ് ചെയ്യണം. ഇപ്പൊ മൈഗ്രേഷൻ ടൈമിൽ നമ്മൾ ആ ഒരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലെ, കട്ട് ഓവർ ടൈം വരെ? ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു എപ്പോഴാണ് നിങ്ങൾ ആ സ്വിച്ച് ചെയ്യുന്ന ആ ടൈമിൽ ഡൗൺ ടൈം വരും. അതിൽ നോർമലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ടുള്ള കണക്ടിവിറ്റി അങ്ങ് കട്ട് ചെയ്ത് വിടുക. ഐ മീൻ മെയിൻ സോഴ്സിൽ നിന്ന് കട്ട് ചെയ്ത് വിടുക, എന്നിട്ട് പിന്നെ ബാക്കിൽ റീഡയറക്ഷൻ പിന്നെ എനേബിൾ ചെയ്ത് വിടുക. കാരണം സെഷൻസ് കീപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു സജീർ. ഞാൻ ഡെവോസ് മലയാളത്തിന്റെ സെഷനിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് സ്പീക്കർ ഉണ്ടെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു ടൂളിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, എക്സ്പെർട്ടൈസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തതിനു ശേഷം ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കൂടുതലായിട്ട് നമ്മൾ ബിഗിനർ സ്പീക്കേഴ്സിനൊക്കെ നമ്മൾ എപ്പോഴും പുതിയ സ്പീക്കേഴ്സിന് അവസരം കൊടുക്കാറുണ്ട്. അവിടെയാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ് വരാറുള്ളത്. പക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് പറയാണ്, ഇപ്പോൾ ലിൻസിച്ചേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. ഇത്രയും സമയമായിട്ടും ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലാണ് ലിൻസിച്ചേട്ടൻ എപ്പോഴും ഒരു എക്സ്പീരിയൻസിന് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നതല്ല, എന്താണ് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ക്ലയൻസിനൊക്കെ ഏറ്റവും കൂടുതൽ അവര് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മേ ബി നമ്മുടെ ടെക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ശരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം ഏതെങ്കിലും പ്രോസസ്സിനെ കുറിച്ചൊക്കെ എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ചോദിക്കാം. മറ്റാരെങ്കിലും ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ റെഗുലർ സ്പീക്കറാണ്, അതുകൊണ്ട് നമ്മുടെ രീതികളെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് തുടരാം. പിന്നെ അതുപോലെ ചിലവർക്ക് ശരിയാവും. ഞാൻ അതുകൊണ്ടാണ് ഒന്ന് എടുത്തു പറഞ്ഞത്. അതൊരു എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ. അപ്പൊ അവിടെ ക്ലൗഡ് എന്താണെന്നും അത്യാവശ്യം മൈഗ്രേഷന്റെ റിക്വയർമെന്റ്സ് ഒക്കെ വന്നവർക്ക് വേണ്ടിയിട്ടാണ് അവരോട്ടൊക്കെ ഒരു ടൈറ്റിൽ നിന്ന് സെൽഫ് എക്സ്പ്ലനറി ആണത്. ചില സമയത്ത് നമ്മളത് പ്രീ റിക്വസൈറ്റ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ടൈറ്റിലിൽ അത് സെൽഫ് എക്സ്പ്ലനറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് മീറ്റപ്പിലും നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിവേ ഇതുവരെ സംസാരിച്ചതൊന്നും ആ രീതിയിലാണ്. നമ്മൾ റിക്വയർമെന്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ രാജേഷ് അണ്ണൊക്കെ ചോദിച്ചതുപോലെ ആ ഒരു ഡൊമൈനിലേക്ക് അതിന്റെ സ്ട്രാറ്റജീസ് അത്ര പരിചയം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു
അത്തരം സംശയങ്ങളും ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ലിസേട്ടാ നമുക്കിനി ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള സെഷൻ കൂടി ഉണ്ടല്ലോ. ആ സെക്ഷന് ശേഷം നമുക്ക് മേ ബി ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും, ആ സമയത്ത് നോക്കാം. അല്ലെങ്കിൽ ചില സെഷനിലും പോകാറുള്ളത് പോലെ ഒരു ചർച്ചയിലേക്കും ചിലപ്പോൾ പോയേക്കാം. ഓക്കെ, സോ അതാണ് നമ്മളിപ്പം ഇനിയിപ്പം ബെസ്റ്റ് പ്രാക്ടീസസിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു ആപ്ലിക്കേഷൻ മൈഗ്രേഷൻ അങ്ങനത്തെ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പിടിച്ച് നേരെ കൊണ്ടുവന്ന് കുബർനെറ്റിസിലോട്ട് കൊണ്ടിടുക, കുബർനെറ്റിസ് എൻവയൺമെന്റിലോട്ട് മാറ്റുക, എന്നിട്ട് കുറെയൊക്കെ പിടിച്ച് സെർവർലെസ് ആക്കുക, അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ആണ്. പക്ഷെ അതെല്ലാം നോക്കിയിട്ട് അത് ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ആണ്, അതായത് ഒരു പേജ് ഡിസ്പ്ലേ ആണ്, അത് കുബർനെറ്റിസ് എൻവയൺമെന്റിൽ കിടക്കുന്നൊരു തെറ്റില്ല. പക്ഷെ ആ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ സെർച്ച് ഞെക്കി ഒരിടത്ത് പോയി ഒരു പെട്ടെന്ന് എവിടെങ്കിലും പോയി ഒരു ചെറിയൊരു സാധനം ചെയ്തിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ലാംഡ യൂസ് ചെയ്യാം. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്, ആ ഒരു സെർച്ചോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന മാനിപ്പുലേഷന്റെ ടൈമിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലാംഡ വിൽ നോട്ട് ബി എക്കണോമിക്കൽ. അതുപോലെ തന്നെ നമുക്ക് അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് സെർവർലെസ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പം. അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ കാണുന്നത് ഈവൻ ദോ കുബർനെറ്റിസ് ക്ലസ്റ്റർ ആണെങ്കിൽ പോലും അതിന്റെ ബാക്ക് എൻഡ് ഫാർഗേറ്റ് വെക്കാനായിട്ട് ഇപ്പോഴാണ്. ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്ര എന്താണ്? ഹലോ, വോയിസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി, പെട്ടെന്ന് കേട്ടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ അതായത് സെർവർലെസ്സിലോട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും സെർവർലെസ്സിലോട്ട് പോകുന്നതിലാണ്. കാരണം അതിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഡെവലപ്പറിന് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാവുന്ന കേസുള്ളൂ. ഞാൻ നേരത്തെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ ഇത് ഒരു ഡെവോപ്സ് ടീം ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗിറ്റബിൾ എനിക്കൊന്ന് ആപ്ലിക്കേഷൻ ടീമിന് തന്നെ ഒരു ഗിറ്റബിൾ ഇത് ആ ഡെവോപ്സ് ടീം അതിനെ ഒരു ആർഗോ സീഡിയുമായിട്ട് ലിങ്ക് ചെയ്ത് ആർഗോ സീഡി ഇട്ട് ഏത് എൻവയൺമെന്റിലോട്ടാണോ ഡിപ്ലോയ് ആയിട്ട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം സൂപ്പറായിട്ട് അത് ഡിപ്ലോയ് ആയിക്കോളും. വാട്ട് എവർ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻ ദ ഗിറ്റബ്. അപ്പം അങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ വേണം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും മൈഗ്രേഷനിൽ. ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് അത് മൈഗ്രേഷൻ അല്ല, ഞാൻ പറഞ്ഞ എൻവയൺമെന്റ്സ് ആണ് ഇത് പറയുന്നത്. അപ്പം പക്ഷേ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ റീ ആർക്കിടെക്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഏത് സെർവർലെസ്സിലോട്ടാണോ അതോ കുബർനെറ്റിസ് ക്ലസ്റ്ററിലോട്ടാണോ, കുബർനെറ്റിസ് ക്ലസ്റ്റർ ഫാർഗേറ്റിലോട്ടാണോ കൊണ്ടുപോകേണ്ടത്, പിന്നെ അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടെയ്നറൈസ് ചെയ്യാൻ പറ്റും. കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പത്തെ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ മൈഗ്രേഷന്റെ കാര്യം ഓരോ കൊമ്പോണന്റ് ഓരോ ഫീച്ചർ ആയിട്ട് ആ ഫീച്ചേഴ്സിന് ഓരോന്നിനെ കണ്ടെയ്നർ ആക്കുക എന്നുള്ളത്. അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയിട്ട് വേണം ഇതിനെ ഓരോന്നിനെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്, ആപ്ലിക്കേഷൻസിനെ മൈഗ്രേറ്റ് ചെയ്യാൻ. അത് ഒരുപാട് ഇത് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ കണ്ടെയ്നറൈസേഷൻ്റെ എല്ലാം വന്നു. പിന്നെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് എപ്പോഴും നമുക്കൊരു ഇതിൽ ഒരു കുബർനെറ്റിസ് ക്ലസ്റ്ററിലോട്ട് കൊടുക്കുന്നത് നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്വെയറിൽ അനാലിസിസ് ഒക്കെ വരുന്നത് കൊണ്ട് അപ്പം അതിനെ അത് പ്രത്യേകം കെയർ ചെയ്യാം. കാരണം അതിന്റെ വർക്ക് ഒരു ഈവൻ ദോ അത് കുബർനെറ്റിസ് കൊണ്ടുപോയാൽ തന്നെ അതിനെ ഒരു പർട്ടിക്കുലർ ഒരു കമ്പ്യൂട്ടർ ഗ്രൂപ്പിനകത്ത് ആ ഒരു ഗ്രൂപ്പിനകത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അവരുടെ ബാക്ക് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ചില പ്രോസസ്സിങ് കാര്യങ്ങളും ഉള്ള ഇതായിരിക്കണം. പിന്നെ ഡേറ്റാബേസിന്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ എനിക്ക് ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് RDS മാനേജ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇത് മതി, എനിക്ക് സെർവർലെസ് മതി. അപ്പൊ ആ സെർവർലെസ് ആക്കേണ്ടി ഇറ്റ് ഡിപ്പെൻഡ്സ്. അതിന് ഇതെല്ലാം നോക്കണമെന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോസ്റ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് കോസ്റ്റ്, എഫേർട്ട്. അതായത് ഇപ്പം കുബർനെറ്റിസിനകത്ത് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഇത് കുബർനെറ്റിസ് ഡെഡിക്കേറ്റഡ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു എഞ്ചിനീയറിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്സ് ടീമിന്റെ അവിടെ ആവശ്യമുണ്ട്. ഇത് എന്തെങ്കിലും താഴെ പോവാണോ, മറ്റേത് ചെയ്യണോ, ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷെ ഇതൊരു ഫാർഗേറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മാനേജ്ഡ് ബൈ AWS. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഹൈ അവൈലബിലിറ്റി നോക്കണ്ട, ഡൗൺ ടൈമും നോക്കണ്ട, ഒരു കുറ്റവും നോക്കണ്ട, അത് നോക്കിക്കോളൂ. ഇതേപോലെ സെയിം തിങ് തന്നെയാണ് ഡേറ്റാബേസ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമുക്കൊരു ഡേറ്റാബേസ് വെച്ചിട്ട് ഇപ്പം നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ ഉള്ളതാണ്.
ആണ്. ഇപ്പം എനിക്ക് അവിടെ കുറച്ച് മെമ്മറി വാരിയബിൾസോ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സോ എല്ലാം ഒക്കെ ആഡ് ചെയ്ത് ഇടേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു 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 പരിധി വരെ ഫാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സർവർലെസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം സർവർലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഡെഡിക്കേറ്റഡ് ആർബിഎസ്. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്ലേവേഴ്സ്. ഐ മീൻ MySQL ഉണ്ട്, അറോറ ഉണ്ട്, പോസ്റ്റ്ഗ്രസ് ഉണ്ട്, പിന്നെ എനിക്ക് ഒറാക്കിളിന്റെ ഇതുണ്ട്. ഒറാക്കിളൊക്കെ സ്പെഷ്യലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ OCP കിടക്കുന്ന ഒരു ഹൈ അവൈലബിലിറ്റിയോ ഒന്നും അല്ല ഇപ്പുറത്ത് കിടക്കുന്നത്. AWS യൂസ് ചെയ്യുന്നത് ഹൈ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റെപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ഹൈ അവൈലബിലിറ്റിയാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന വർക്ക് ലോഡ് അപ്പൊ അതിലോട്ട് കൊണ്ടുപോയാൽ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതെല്ലാം തിങ്ക് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഈ പ്രാക്ടീസസിനകത്ത് കൊണ്ടുവരാനായിട്ട്. ഐ മീൻ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് അതെല്ലാം നോക്കിയിട്ട് വേണം. അപ്പം ഇതൊക്കെയാണ് മെയിൻലി. അപ്പോൾ ഡേറ്റാബേസ് കൊണ്ടുപോകാൻ അത് മാനേജബിലിറ്റി പോലെ ബിസിനസ് കേസ് പോലെ നിങ്ങൾ തീരുമാനിക്കുക എന്താ. ഐ മീൻ കമ്പനി പറയാം, ഐ മീൻ നിങ്ങളുടെ ആർക്കിടെക്ട്സ് പറയുകയാണ് എനിക്കിത് I don't want any headache on managing the environment. I don't want engineers to be dedicatedly sitting on that in this area to do this job. വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളപ്പോൾ ഈ പറയുന്നത് ക്ലൗഡ് മാനേജ് ഡിവൈസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഒരു എൻവയൺമെന്റിലോട്ട് മാറും. ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ള റീപ്ലാറ്റ്ഫോമിങ് ഞാൻ ഡെഫിനറ്റ്ലി അവിടെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സാധനമാണ്. അതായത് എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ രാജേഷ് ഭായ് പറഞ്ഞ പോലെ ഒരു XDB എന്ന് പറഞ്ഞ ഒരു സെർവർ അല്ലെങ്കിൽ IBMന്റെ DB2 സെർവേഴ്സ് നമുക്കത് അതേപോലെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അതേപോലെ കൊണ്ടുവന്ന് ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ കൂടെ ഞാൻ പറയില്ല. പ്ലാറ്റ്ഫോം ചെയ്തോ, അവിടെ ഒരു പുതിയ എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് യു കോപ്പി ദ ഡേറ്റ ആൻഡ് പുട്ട് ഇറ്റ് ഓവർ. അങ്ങനത്തെ ഡേറ്റ ആ ഒരു ഡേറ്റാബേസ് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. കാരണം അപ്പം നമുക്കത് ചെയ്യാം. ഈ ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ഫോർഗറ്റ് ചെയ്തോളുക. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ്, കാരണം ആ VM ഈസ് നോട്ട് ഒപ്റ്റിമൈസ്ഡ് ഫോർ ദ ക്ലൗഡ്. ഏത് സമയത്ത് ക്രാഷ് ആവാൻ, ചിലപ്പോൾ ക്രാഷ് ആയി റിക്കവർ ചെയ്യാൻ പാടാണ്, അത് തിരിച്ച് അപ്പാവാൻ പാടാണ്. അതിൻ്റെ ചിലപ്പം ഒരു അപ്ഗ്രേഡ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാച്ചിങ് വരുമ്പോഴായിരിക്കും ആ ഒരു സാധനം അങ്ങ് താഴെ പോകുന്നത്. അതിനെല്ലാം ചാൻസസ് ഉണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ മൈഗ്രേഷന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ടൈമിൽ കുറെ സ്റ്റെപ്സ് പറഞ്ഞിരുന്നു. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വിട്ടുപോയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ടെസ്റ്റിംഗ് ആണ്. ആഫ്റ്റർ മൈഗ്രേഷൻ ബിഫോർ ഗോയിങ് ടു എ പ്രൊഡക്ഷൻ ഇത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യണം. ഇത് ആ ടൈമിലാണ് ഈ പറയുന്ന ക്രാഷസ് അതുപോലത്തെ സാധനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാൻ പറ്റുന്നത്. ആപ്ലിക്കേഷന്റെ കണക്ടിവിറ്റി ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ലോഡ് എഫിഷ്യൻസി അതെല്ലാം ചെക്ക് ചെയ്യണം. ഒരു പീക്ക് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഒരു സാധനത്തിന് മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ ക്ലൗഡിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇനി നമ്മളവിടെ നേരത്തെ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ ടാർഗറ്റ് എൻവയൺമെന്റ്സ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ. ഒരു നോർമലി ഒരു ക്ലൗഡ് എൻവയൺമെന്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നോർമലി ഒരു ക്ലൗഡ് എൻവയൺമെന്റ് നമ്മൾ എപ്പോഴും ചെയ്യണം, ഒരു ലാൻഡിങ് സോൺ സെറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഡേറ്റയാണ്. പ്രൊഡക്ഷൻ ഡേറ്റയ്ക്ക് ഒരിക്കലും വേറൊരു ഇതുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാവാൻ പാടില്ല. ഒരു പിയറിങ്ങോ അല്ലെങ്കിൽ VPC പിയറിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്ത് വെക്കുമല്ലോ. പ്രൊഡക്ഷൻ ഡേറ്റ ഷുഡ് ബി ഐസൊലേറ്റഡ് സെപ്പറേറ്റ്ലി. അതിനകത്ത് അത് മാത്രമല്ല, ആ പറയുന്നതിനകത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സോൺ ഒരു പ്രത്യേകം ഉണ്ടായിരിക്കും, ഒരു സബ്നെറ്റ് ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം നമുക്കൊരു പ്രൈവറ്റ് സബ്നെറ്റ്സിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റണം. അതായത് DMZ സോൺ ഷുഡ് ബി ദർ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു കുബർനെറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഗ്രസ് മാത്രമേ നിങ്ങൾ പബ്ലിക്കലി കൊണ്ടിടാവൂ. ക്ലസ്റ്റർ എപ്പോഴും ഒരു പ്രൈവറ്റ് സോണിൽ തന്നെ കിടക്കുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പം അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വർക്ക് ലോഡ്സിനെയും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ DMCs ആണ്. ഇന്റർനെറ്റുമായിട്ട് കണക്ടിവിറ്റി ഉള്ള ഭാഗങ്ങളെല്ലാം ഒരു പബ്ലിക് നെറ്റ്വർക്കിനകത്തും ബാക്കിയെല്ലാം ഈ ഒരു പ്രൈവറ്റ് സോണിലും വെക്കുന്നതാണല്ലോ. പിന്നെ ഏറ്റവും ബെസ്റ്റ് വേറെ ഇതെന്ന് പറഞ്ഞാൽ ആപ്പിനെ വേറൊരു ലെയർ ആക്കുക. മിഡിൽ ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിഡ്വെയറിന് ഇത് ഇടുക. ജാവയുടെ കോമ്പണൻസോ അല്ലെങ്കിൽ JBossന്റെ കോമ്പണൻസോ അങ്ങനത്തെ അതിനെ വേറെ ഇടുക. അതുപോലെ ഡേറ്റാബേസിന് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ലെയർ ഇടുക.
ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. താങ്ക് യു ലിൻസ് ചേട്ടാ. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. സോ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഓപ്പൺ ഡിസ്കഷനിലോട്ട് പോകാം. അതെ, ആദ്യം പറഞ്ഞ പോലെ മറ്റാർക്കെങ്കിലും അഡീഷണൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരുന്നു. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ്, ബാക്കിയുള്ള സ്പീക്കേഴ്സ് ഉണ്ട് ഇവിടെ, അവർക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെങ്കിൽ ആഡ് ഓൺ ചെയ്യാമെന്നാണ്. ഇന്ന് ഇപ്പോൾ പ്രധാനമായിട്ട് 3 ഏരിയ ആയിട്ട് തിരിച്ചിട്ടാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്ലാനിങ്, രണ്ട് സ്ട്രാറ്റജീസ്, അതുപോലെ ബെസ്റ്റ് പ്രാക്ടീസസ് അല്ലെങ്കിൽ കോമൺ പ്രാക്ടീസസ്, എങ്ങനെ ക്ലൗഡ് റിസോഴ്സസ് അല്ല ക്ലൗഡ് സർവീസസ് യൂട്ടിലൈസ് ചെയ്യണം, അത് അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അതുപോലെ തന്നെ AWSന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മറ്റൊരു ക്ലൗഡിന്റെ ഇതാണ് നിങ്ങൾക്ക് ചോദിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ അറിയാവുന്ന ആളുകൾ ഉണ്ടായേക്കാം. ശിവദാസ് ചോദിക്കാം. ഹായ്, ഞാനൊരു കൈൻഡ് ഓഫ് അൺകൺവെൻഷണൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞോട് റിലേറ്റഡ് അല്ല, ബട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കമ്പനിക്ക് ഒരു ഡൊമൈൻ ഉണ്ട്. അതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നെയിം ചീപ്പിൽ നിന്നാണ്. അപ്പം നമുക്ക് കുറച്ചധികം സബ് ഡൊമൈൻസിന്റെ ഫയൽ കാർഡ്സിന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ട്. അതായത് അത് പോരാതെ വരുമോ, ലൈക്ക് നമുക്ക് വേറൊരു ഡൊമൈൻ പ്രൊവൈഡറിലേക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമോ, ആ രീതിക്കുള്ള ഒരു മൈഗ്രേഷൻ വരുമ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫുള്ളും കിടക്കുന്നതിന്റെ ബേസ് സംഭവം എന്ന് പറയുന്നത് DNS തന്നെയാണല്ലോ. അപ്പോൾ ആ ഡൊമൈനെയും രീതിക്ക് മൈഗ്രേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? ലൈക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ, ഡൗൺ ടൈം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇതൊന്നും ആരെങ്കിലും ഹോസ്റ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ സീരിയസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇതിൽ. ഓക്കെ ചേട്ടാ, അത് ഞാൻ സംസാരിക്കാം. ഇതിപ്പോ ഡൊമൈൻ ശിവദാസ് അങ്ങനെ ഒരു ഡൗട്ട് വരാൻ കാരണം എന്താണ്? ഇപ്പൊ നെയിം ചീപ്പ് മതിയാകുമോ എന്നുള്ള ആ ഒരു പ്രൊവൈഡർ ബേസിക് ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ മുന്നേ എക്സ്പീരിയൻസ് ഇല്ല. ലൈക്ക് ഞങ്ങളൊരു ചെറിയ ടീമാണ്. ഒരു നല്ല പ്രൊവൈഡർ തന്നെയാണ്. ഇതിപ്പോ നമ്മുടെ ക്ലൗഡ് മൈഗ്രേഷൻ അല്ല, DNS മൈഗ്രേഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. ഞാൻ ടോപ്പ് ലെവലിൽ നിന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഞാനൊരു DNS സപ്പോർട്ടിൽ ഇരുന്നിട്ടുള്ള ആളാണ്. സോ ആ ഒരു സംസാരിക്കുകയാണെങ്കിൽ DNS നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് പല തരത്തിലുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു DNS പ്രൊവൈഡറുടെ അടുത്ത് തന്നെ നമ്മുടെ ഹോസ്റ്റഡ് സോൺ ആ പ്രൊവൈഡറുടെ നെയിം സെർവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ തന്നെ നമ്മുടെ റെക്കോർഡ്സ് ഇടാം. അതല്ലെങ്കിൽ ആ പ്രൊവൈഡറിൽ ഒരു നെയിം ചീപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് AWSന്റെ നെയിം സെർവേഴ്സ് വയ്ക്കാം. അപ്പൊ നമ്മുടെ ഹോസ്റ്റഡ് സോൺ ഇരിക്കുന്ന AWSലായിരിക്കും. ഇനി ചിലർക്ക് വേണമെങ്കിൽ ഇത് ക്ലൗഡ് ഫ്ലെയർ വഴി പോകണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഫ്ലെയറിന്റെ നെയിം സെർവേഴ്സ് അവിടെ കൊടുക്കാം. അപ്പൊ ക്ലൗഡ് ഫ്ലെയർ വഴി കയറി AWSലായിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനെ പല തരത്തിലാണ് മൈഗ്രേഷൻ വരുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സോൺ റെക്കോർഡ് മാത്രം മൈഗ്രേറ്റ് ചെയ്യുന്നതാണോ, അതൊരു തരത്തിലുള്ള DNS മൈഗ്രേഷൻ ആണെന്ന് പറയാം. അതല്ല, നിങ്ങൾ നെയിം സെർവർ മൈഗ്രേറ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നെയിം ചീപ്പിന്റെ നെയിംസ് അത് ഞാൻ ഓർക്കുന്നില്ല, ഗോഡാഡിയൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഡൊമൈൻ കൺട്രോൾ NS1. അല്ലെങ്കിൽ NS99.domaincontrol.com എന്ന് പറയുന്ന നെയിം സെർവേഴ്സ് ആയിരിക്കും. ഈ നെയിം സെർവേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ സെർവേഴ്സിലാണ് നമ്മളുടെ DNS റെക്കോർഡ്സും ഇരിക്കുന്നത്. അതിപ്പോ സബ് ഡൊമൈൻസിന് സാധാരണഗതിയിൽ നമ്മൾ ഒരു സോണിൽ തന്നെ ആയിരിക്കും അതിന്റെ സബ് ഡൊമൈൻസ് റെക്കോർഡ്സ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. എ റെക്കോർഡ് അല്ലെങ്കിൽ CNAME റെക്കോർഡ്സ് ഒക്കെ ആയിരിക്കും. ചില കേസിൽ ആണെന്നുണ്ടെങ്കിൽ സബ് ഡൊമൈൻസിന് പ്രത്യേക സോൺ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. പ്രത്യേക സോൺ ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേക നെയിം സെർവേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നെയിം ചീപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു example.com ആണെങ്കിൽ example.comന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സബ് ഡൊമൈൻ കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സോൺ ആയിരിക്കാം. ഇത് ഏത് കേസാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ആ പ്രൊവൈഡർ നെയിം ചീപ്പിന്റെ നെയിം സെർവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ സോൺ റെക്കോർഡ്സ് എല്ലാം അവിടെ കിടക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് DNS മാനേജ്മെന്റിൽ പോയിട്ട് അവിടെ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നെയിം സെർവേഴ്സ് മാറ്റി കൊടുക്കാം. ഈ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ക്ലൗഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലൗഡിന്റെ നെയിം സെർവേഴ്സ് AWSന്റെ ആണെങ്കിൽ AWSന്റെ ഇത് കൊടുക്കാം. 4 നെയിം സെർവേഴ്സ്. നേരത്തെ നമ്മൾ 2 ആയിരുന്നു, അതിനകത്ത് ഇപ്പോൾ 4 കൊടുക്കാറുള്ളത്. AWSന്റെ ഒക്കെ ഡൊമൈനിൽ എപ്പോഴും 4 നെയിം സെർവേഴ്സ് ആണ് രജിസ്റ്റർ ആയിട്ടുണ്ടാകാറുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എപ്പോഴും ഈ നെയിം സെർവറിൽ AWSൽ കിടക്കുന്ന ഓൺ റെക്കോർഡ്സ് ആയിരിക്കും എപ്പോഴും റിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഞാൻ പറയാം, അത് അടുത്ത തരത്തിലുള്ള മൈഗ്രേഷനാണ്, ഏത് നെയിം സെർവർ മാറ്റി. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ രജിസ്ട്രാറെ ചേഞ്ച് ചെയ്യാം. അതായത് നെയിം ഷേപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രാർ ആണ്. അതായത് ഡൊമൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രജിസ്ട്രാർ എന്നാണ് അതിന്റെ പേര് പറയുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നവരെ നമ്മൾ രജിസ്ട്രന്റ് എന്ന് പറയും, ഇവരെ രജിസ്ട്രാർ എന്ന് പറയും. ഇനി ഇവര് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ടോപ്പ് ലെവൽ ഡൊമൈൻസിന്, അതിന് രജിസ്ട്രി എന്ന് പറയും. അപ്പൊ ഈ രജിസ്ട്രാറെ മാറ്റണം. അപ്പൊ നമ്മൾ അതിന് പറയുന്ന ഡൊമൈൻ പ്രൊവൈഡറെ മാറ്റണം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നെയിം ജിപി നിന്ന് ഗോഡായിട്ട് മാറ്റണം, അത് നെയിം ജിപി AWS ആയിട്ട് മാറ്റണമെങ്കിൽ അതും ഒരു തരം മൈഗ്രേഷനാണ്. അപ്പൊ ഇതില് നിങ്ങളിപ്പോ ഒരു പ്രൊവൈഡർ മാറ്റാനാണ് ശ്രമിക്കുന്നത്, അതിലാണ് നമ്മൾ പറയുന്നത് ഡൊമൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരു രജിസ്ട്രാറിൽ നിന്നും മറ്റു രജിസ്ട്രാറിലേക്ക് മാറ്റണം. ആ സാധാരണ നമ്മളൊരു 7 ദിവസമൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സാധാരണ നമ്മുടെ ഈ ഡൊമൈൻ ട്രാൻസ്ഫർ. അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ സാധാരണ ചെയ്യുന്ന രീതി 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, നിങ്ങൾ നെയിം ചീപ്പിൽ നിന്ന് AWS ഇട്ട് മാറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ നെയിം ചീപ്പിൽ ഇരിക്കുന്നു, നെയിം ചീപ്പിന്റെ തന്നെ നെയിം സർവേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ AWS നിങ്ങൾക്ക് നെയിം ചീപ്പിൽ എന്താണ് ഇരിക്കുന്നത് ഇതേ സംഭവം എല്ലാ റെക്കോർഡ്സും കൊണ്ടുപോയി AWS കൊണ്ടുപോയിടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്ത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളൊരു TTL വാല്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ, അത് കുറച്ചിട്ട് വേണം. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഒരിക്കലും ഒരു ഡൊമൈനെ വിളിച്ചു കഴിഞ്ഞാൽ, ദിജേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നമ്മൾ ഒരു സർവർ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ കുറച്ച് നേരത്തേക്ക് ക്യാഷ് ചെയ്ത് വെക്കും. അത് ഡിസൈഡ് ചെയ്യുന്നത് TTL വാല്യൂ ആണ്. ബൈ ഡിഫോൾട്ട് ഇപ്പൊ 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 5 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ ക്യാഷ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു നെയിം സർവർ സ്വിച്ച് ചെയ്യുന്നതോ അതിന്റെ എയർ റെക്കോർഡ് വാല്യൂ മാറ്റുന്നതെങ്കിൽ ആ വാല്യൂ എടുക്കില്ല. കാരണം എന്താണ്? 5 മിനിറ്റ്. ഇത് അതല്ല, 5 മിനിറ്റ് 1 മണിക്കൂറൊക്കെ വെച്ചാൽ ആലോചിച്ച് നോക്കി, ആ 1 മണിക്കൂർ നേരത്തേക്ക് ഇത് പുതിയ വാല്യൂ എടുക്കില്ല, ഇപ്പോൾ ഉള്ള വാല്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കും, അവിടെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് മാറ്റാനായിട്ട് നമ്മൾ TTL വാല്യൂ കുറയ്ക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് മാറ്റി വയ്ക്കും. ഇതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വന്നിട്ട് ഈ നെയിം സെർവർ തന്നെ മാറ്റി കൊടുക്കും. ഏത് നെയിം ഷിപ്പിനോട് പറയും, ഓക്കെ നിങ്ങളുടെ റെക്കോർഡൊക്കെ എടുത്തുകൊണ്ട് ഞാൻ AWS ഇട്ടിട്ടുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ നെയിം സെർവർ അല്ല ഉപയോഗിക്കാൻ പോകുന്നത്, AWS നെയിം സെർവർ എന്ന് പറഞ്ഞ് അത് പറഞ്ഞു കൊടുക്കും. അതാണ് അടുത്ത പ്രോസസ്സ്. അത് കഴിയുമ്പോൾ AWS പോയിന്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? രജിസ്ട്രാറെ മാറ്റണ്ടേ? അപ്പൊ അത് നിങ്ങളൊരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഈ പ്രൊവൈഡറിന് റേസ് ചെയ്യണം. എനിക്ക് എന്റെ ഡൊമൈൻ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ആ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ആ നെയിം ഷേപ്പിൽ നിന്ന് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് ഒരു പ്രോസസ് ഒരു 7 ദിവസത്തോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ ഇത് കുറഞ്ഞുകൊണ്ടോ എനിക്കറിയില്ല. അതങ്ങനെ AWS മാറ്റും. ഇത് കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് കഴിയും. അപ്പൊ ആദ്യം റെക്കോർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ നെയിം സെർവർ മാറ്റുന്നു, ഈ റെക്കോർഡിന്റെ കൂടെ തന്നെ TTL വാല്യൂ കുറച്ച് വെക്കണം, പിന്നെ നമ്മൾ ഡൊമൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടോപ്പിക് അല്ല, ഞാൻ കുറച്ച് സമയം എടുത്തതല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ എ കോംപ്രിഹെൻസീവ് ആൻസർ. അപ്പോൾ ഞങ്ങൾക്ക് ബേസിക്കലി ഉണ്ടായ സംശയം എന്ന് വെച്ചാൽ നമുക്ക് ആ നെയിം ചീപ്പിലേക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ലൈക്ക് അവരുടെ ഞങ്ങൾക്ക് മെയിൻ ബിഗ് പ്ലെയർ ഗോഡാഡ് ആണെന്ന് മാത്രം അറിയില്ല. ഞങ്ങൾക്ക് നെയിം ചീപ്പിലേക്ക് ചീപ്പർ ഡൊമൈൻ കിട്ടിയപ്പോൾ എൻ്റെ ബോസുമാർ ആ ടൈമിൽ അവിടെ എന്ന് പറഞ്ഞ പർച്ചേസ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫ്യൂച്ചറിലൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പ്രൈമറിലി ചോദിച്ചത്. പിന്നെ നമ്മൾ മറ്റേ നെയിം സെർവറിൽ സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ഇതിൽ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. നമ്മുടെ ഡിജിറ്റൽ ഓഷനിൽ ഞാൻ ചെയ്യാറുള്ളതാണ്. ആ ആസ്പെക്ടിൽ എനിക്ക് ഡൗട്ട് ഇല്ല. നമുക്കിപ്പോ മേ ബി നമ്പർ ഓഫ് സബ് ഡൊമൈൻസ് ഫ്യൂച്ചറിൽ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ നെയിം ചീപ്പ് എന്നുള്ള പ്രൊവൈഡർ നമുക്കൊരു ബോട്ടിൽ നെക്ക് ആവുമോ എന്നുള്ളതായിരുന്നു എന്റെ പ്രധാന കൺസേൺ. അത് ഒരു കൃത്യമായിട്ടുള്ള ആൻസർ തരുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയും വലിയൊരു പ്രൊവൈഡറിനെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അതുപോലെ റിവ്യൂസ് വല്ലതും നോക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞ വേറൊരു പ്രൊവൈഡറിൽ എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിലല്ല, അവരുടെ സപ്പോർട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്തരം ഒരു പ്രൊവൈഡറെ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ല. ഒരു പബ്ലിക് അങ്ങനെയല്ലേ ടെക്നിക്കലി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? സാധാരണഗതിയിലല്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. എങ്ങനെയാണ് ലൈക്ക് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പൊ മേ ബി ഇപ്പോ ഇതിനകത്ത് ബിഗ് പ്ലെയേഴ്സും സ്മോൾ പ്ലെയേഴ്സും ഉണ്ട്. ഇപ്പൊ മേ ബി ചിലർ കൊടുക്കാത്ത ഫീച്ചർ വൈസ് ഒബ്ജക്റ്റീവില് ഒരു ഫീച്ചേഴ്സ് മേ ബി എക്സ്ട്രാ കൊടുക്കുന്ന ടൈപ്പ് സർവീസുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് AWS അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഷൻ ടൈപ്പ് ബിഗ് പ്ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ കുറഞ്ഞ ടൈപ്പ് റെയിൽവേയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡിപ്ലോയ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ AWS കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആയിരിക്കില്ല റെയിൽവേ കൊടുക്കുക. അപ്പൊ ആ രീതിക്ക് നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ്. അതെനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഒരു ഡൊമൈൻ പ്രൊവൈഡറെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. DNS ലെവലിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. കോമൺ ഫംഗ്ഷനാലിറ്റിയാണ്. DNS സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. സാധാരണ ഉള്ള എല്ലാ പ്രൊവൈഡേഴ്സും തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ നെയിം സെർവേഴ്സിൽ അത് ഉണ്ടാവും. അവരുടെ ബാക്കപ്പും കാര്യങ്ങളുണ്ടാവും. അത്രയും വലിയ ഇൻഫ്രാ തീർച്ചയായിട്ടും അവർക്ക് ബാക്ക് എൻഡിൽ ഉണ്ടാവും. അത് മാത്രമല്ല DNS റെക്കോർഡ് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ റിസോഴ്സ് കൺസപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത്രയും വലിയ ഇൻഫ്രാ അല്ലെങ്കിൽ സൈസ് ഉണ്ടോ? ഒന്നുമില്ല.
നമുക്ക് അവിടെ ഡാറ്റയോ ഒരു ബിഗ് ഡാറ്റയും വരുന്നില്ല, ഒരു ഹൈ റിസോഴ്സ് കൺസംഷനും വരുന്നില്ല. സോ അത് അത്രയും നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകണം. സോറി, ഇവിടെ ഇരിക്കുന്നവരോട് നമ്മളൊന്ന് ഡിവേറ്റ് ചെയ്ത് പോയതിൽ. ആ ചോദ്യം ആൻസർ ചെയ്യുന്നേ ഉള്ളൂ. രാജേഷയുടെ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജേഷയുടെ ചോദ്യം എഴുതിയിട്ടുണ്ട് ചാറ്റിൽ. സോറി. നെറ്റ്വർക്ക് റിസോഴ്സസ് മൈഗ്രേഷൻ ഇൻ ക്ലൗഡ് ഫ്രം ഓൺ പ്രമൈസ് ടു ക്ലൗഡ്. നെറ്റ്വർക്ക് റിസോഴ്സസ് മൈഗ്രേഷൻ. ചോദ്യം ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒന്ന് എന്ത് റിസോഴ്സ് ആണ് രാജേഷ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഐ മീൻ നെറ്റ്വർക്ക് റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു നമ്മുടെ പിക്സിന്റെ ഒരു ഫയർവാൾ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സിസ്കോയിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. സോഫോസിന്റെ ഡിവൈസസ് അങ്ങനത്തെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹൈ അവൈലബിലിറ്റി സാധനം നിങ്ങൾ ഓൺ പ്രമിസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അവിടെ മാർക്കറ്റ് പ്ലേസിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അതിനെ വാങ്ങിച്ചിട്ട് നമുക്ക് അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ക്ലൗഡ് പോയിന്റിങ്. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അതോ വേറെ എന്തെങ്കിലും ആണോ? അല്ല, അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ ഓൺ പ്രിമൈസിൽ ഐ ഹാവ് എ ക്ലിയർലി ഡിഫൈൻഡ് നെറ്റ്വർക്ക്. നൗ ഐ ആം പ്ലാനിങ് ടു മൈഗ്രേറ്റ് ടു ക്ലൗഡ്. വാട്ട് ഷുഡ് ബി ദ പ്രിക്കോഷൻസ് ദാറ്റ് ഐ ഷുഡ് ടേക്ക്? അതിനെപ്പറ്റി ചെറിയൊരു ലൈറ്റ് ത്രോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ ദ ബെസ്റ്റ് പ്രാക്ടീസസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാട്ട് ഓൾ സ്റ്റെപ്സ് ഐ ഷുഡ് കോൺസെൻട്രേറ്റ് വെൻ ഐ പ്ലാൻ ടു മൈഗ്രേറ്റ് മൈ നെറ്റ്വർക്ക് തിങ്സ് പ്യൂർലി ടു ക്ലൗഡ്. അതായത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ലാൻഡിംഗ് സോൺ ക്ലൗഡിൽ ഉണ്ടാക്കണം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നെറ്റ്വർക്ക് ഫ്ലോയും. സോ ഞാനത് എന്റെ സ്ക്രീൻ ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാണ്. എനിക്ക് ഒന്ന് കാണാമെന്ന് തോന്നുന്നു അല്ലേ? കാണാം. സോ ഇപ്പൊ AWSന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഏത് റീജിയനിലാണ് നിങ്ങളുടെ വർക്ക് ലോഡ് വരാൻ പോകുന്നത്, ഏത് കസ്റ്റമർ ഏത് റീജിയനിലാണോ ആ റീജിയൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്, പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ VPC വിത്ത് നോ അതർ കണക്ടിവിറ്റി അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് മാക്സിമം വെക്കാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ പബ്ലിക് URLs, അതായത് നിങ്ങൾക്ക് പബ്ലിക്ലി ആക്സസബിൾ സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിലോട്ട് വെക്കുക. അതായത് ഈ പബ്ലിക് സബ്നെറ്റ് നമ്മളുണ്ട് ഒരു DMC സോൺ സെറ്റ് ചെയ്യുക. പിന്നുള്ളത് ആപ്പ് ഓരോ ലെയർ നിങ്ങളിപ്പോൾ താഴെ ഓരോ VNet വെച്ചിട്ടുണ്ടെന്ന്, അതായത് VLAN സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ലെയർ, മിഡ് ലെയർ, ഡേറ്റാബേസ് ലെയറിന് ഓരോ VLAN സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ ഇവിടെ കൊണ്ടുവന്ന് സബ്നെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ എ നെറ്റ്വർക്കിംഗ് പാർട്ട്. ചേട്ടാ, അജയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ആൻസർ ചെയ്തോട്ടെ. രാജേഷ്, ഇതിനകത്ത് നമുക്കിപ്പം ഫസ്റ്റ് ലിൻസേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്ലാനിങ് ഫേസിൽ നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ഡേറ്റാ സെന്റർ ആണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓൺ പ്രീം ഡേറ്റാ സെന്റർ ആണ് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്തൊക്കെ നെറ്റ്വർക്ക് റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം നമ്മൾ അവിടെയും ഈ ലാൻഡിംഗ് സോൺ പോലെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഓരോ സർവേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പർട്ടിക്കുലർ VNetലായിരിക്കണം, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലായിരിക്കണം, അല്ലെങ്കിൽ ഈ സബ്നെറ്റിലായിരിക്കണം ഈ സെർവർ റിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് നമ്മൾ മൈഗ്രേഷന്റെ പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പം ഇതെല്ലാം ആ പ്ലാനിങ് ഫേസിൽ തന്നെ ആയിരിക്കണം കവർ ചെയ്ത് പോവേണ്ടത്. ഓക്കെ, രാജേഷ് ചേട്ടാ ക്ലിയർ ആണോ? അല്ലെങ്കിൽ രാജേഷിന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് ഇഫ് പോസിബിൾ ഐ വിൽ ടോക്ക് ടു യു. ഞാനിപ്പോ ഒരു ചെറിയ ഇതിൽ നിൽക്കുകയാണ്. സോ ഐ ഹാവ് ഫേസിങ് ഓൾ ദീസ് ഇഷ്യൂസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മിസ്റ്റർ ലിൻസിയുടെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതും. അതേപോലെ അജയ്, താങ്ക്സ് ഫോർ updating. If possible I may contact you. Sure. Okay, ഞാൻ അതിന് വേറൊരു ആംഗിളിൽ നിന്ന് കൂടി ഒന്ന് ആൻസർ ചെയ്യാണ്. ഇതാണോ രാജേഷാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. മേ ബി ഇവിടെ ഇരിക്കുന്നവർക്ക് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നെറ്റ്വർക്ക് റിസോഴ്സിനെ മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ക്ലൗഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലാം വെർച്വൽ ആണ്. സോ
AWS ഇരിക്കുന്ന ഒരു VPC-നെയോ സബ്നെറ്റിനെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു NAT ഗേറ്റ്വേനെയോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ അഷൂറിലോ GCP-യിലേക്കോ മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ലാൻഡിംഗ് സോൺ ക്രിയേറ്റ് ചെയ്യാണ്. ഇവൻ കോൺസെപ്റ്റ് തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ AWS VPC എന്ന് പറയുന്നത് റീജിയണൽ ആണെങ്കിൽ അത് GCP-യിൽ വരുമ്പോൾ റീജിയണൽ കോൺസെപ്റ്റ് ഇല്ല, അത് ഏത് റീജിയണലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നെറ്റ്വർക്ക് റിസോഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസിറ്റ് ഗേറ്റ്വേ അതോ അല്ലെങ്കിൽ ഒരു VPN അതിനെടുത്ത് അതേപടി കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അവിടെ ഉള്ള റൗട്ടർ ഇപ്പോൾ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ആ റിസോഴ്സ് അല്ലെങ്കിൽ ആ സർവീസിനെ കോൺഫിഗർ ചെയ്തെടുക്കുക എന്നേ ചെയ്യാറുള്ളൂ. മറ്റേ നമ്മൾ ഡേറ്റ മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെയോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോഡ് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു മൈഗ്രേഷൻ നമുക്ക് നെറ്റ്വർക്ക് ലെവലിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊരു പ്രൊവൈഡറുടെ അവരുടെ എല്ലാം വെർച്വലാണ്, ഒന്നും വെർച്വലാണ്, പിന്നെ അത് അവരുടെ ഒരു ബാക്ക് എൻഡിലുള്ള കാര്യങ്ങളാണ്, അവരുടെ ബാക്ക് എൻഡ് നെറ്റ്വർക്കിലുള്ള. അതല്ല, ഞാൻ എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ഞാൻ ഓൺ പ്രിമൈസ് ഞാൻ എന്റെ ഡേറ്റ മൂവ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് സൈഡിൽ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം സോ ദാറ്റ് ഐ ക്യാൻ ബി ഷുവർ ദാറ്റ് മൈ ഡേറ്റ ഈസ് മൈഗ്രേറ്റഡ് ഇൻ എ പ്രോപ്പർ ഫാഷൻ. അപ്പം ഞാൻ അതിൽ നെറ്റ്വർക്കിങ്ങിൽ എന്തൊക്കെ പ്രിക്കോഷണറി സ്റ്റെപ്സ് എടുക്കണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്ലാനിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഇസ് ഫൈൻ. അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ലിൻസി പറഞ്ഞ പോലെ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ക്രിയേറ്റ് എ ലാൻഡിംഗ് സോൺ. അവിടെയാണ് അതാണ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. താങ്ക്സ് ഫോർ ദ അപ്ഡേറ്റ്. രാജേഷ്, ഒരു ചെറിയൊരു ലാൻഡിംഗ് സോൺ മാത്രം പോരാ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡേറ്റ ഇപ്പൊ നിങ്ങൾ ഓൺ പ്രമീന്ന് ഒരു സ്മൂത്ത്, അതായത് ഇപ്പം കണക്ടിവിറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് വിത്തൗട്ട് ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ഡേറ്റ ഇവിടെ താഴെ കിടപ്പുണ്ട്, ആ ഒരു സാധനം അതേപോലെ എനിക്ക് ക്ലൗഡിൽ കോപ്പി ചെയ്യണം, then definitely you need a VPN access. ആ ഒരു VPC-യുമായിട്ട് ഒരു കണക്ടിവിറ്റി നിങ്ങൾ ഓൺ പ്രമുമായിട്ട് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ എങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒന്നീ VPN കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ്, ഈ രണ്ട് സാധനം ടെമ്പററി ആയിട്ട് ഡ്യൂറിങ് ദ മൈഗ്രേഷൻ യു ഷുഡ് ബി ഹാവിങ് ദാറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ പറയുന്ന പോലെ ഡേറ്റ മൈഗ്രേഷൻ എളുപ്പമായിരിക്കും. And do we have any tool for all these things? Plenty of tools are there. I mean, cloud aware എന്നൊക്കെ പറഞ്ഞ ടൂളുകളുണ്ട് ഓൾറെഡി. I think Ajay, can you help me on that? Azure ആണെങ്കിൽ you have Azure Migrate itself is one of the tool. പിന്നെ അല്ലാതെ Move8 എന്നൊക്കെ പറഞ്ഞ ടൂൾസ് ഉണ്ട്, തേർഡ് പാർട്ടി ടൂൾസ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇപ്പം VMwareലാണെന്നുണ്ടെങ്കിൽ VMware തന്നെ vMotion അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഈസ് ഫൈൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പേഴ്സണലായിട്ട് വിളിക്കാം, കാരണം ബാക്കിയുള്ളവരുടെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് സിൻസിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കാരണം ഐ ഹാഡ് ലോട്ട് ഓഫ് ക്വറീസ്. ചിലപ്പോൾ അത് ബാലിശ്യമായിട്ട് തോന്നുമായിരിക്കാം, എന്നാൽ കൂടി ദിസ് ഇസ് വാട്ട് ഐ എം ഫേസിങ് റൈറ്റ് നൗ. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് മനഃപൂർവ്വം സമയം കണ്ടിട്ട് ഐ വാസ് അറ്റൻഡിങ് യുവർ സെഷൻ. രാജേഷ്, ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല, ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങൾ തന്നെയായിരുന്നു. താങ്ക് യു. ഞാനേ ജസ്റ്റ് സച്ചിന്റെ ഒരു ചോദ്യമുണ്ട്. ജസ്റ്റ് ഒരു കാര്യം കൂടി രാജേഷ് പറഞ്ഞുകൊണ്ട് പ്രിക്കോഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ടോപ്പ് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. റൗട്ടിംഗ്, അതുപോലെ ഫയർവാൾ റൂൾസ്, ഇതുപോലെ വൈറ്റ് ലിസ്റ്റിംഗ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടി വരിക. സാധാരണ ഇപ്പോൾ ഓൺ പ്രൈമൈസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഔട്ട് ഗോയിങ് കമ്മ്യൂണിക്കേഷനിൽ വേറൊരു വെണ്ടർക്കൊക്കെ വേണ്ടിയിട്ട് വൈറ്റ് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ IP ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലൗഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ IP മാറും അവിടെ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും. ഇത് തന്നെയാണ് ജിജോ. ഇതിനെ പറ്റിയിട്ടാണ് എനിക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും സംസാരിക്കും. ഓക്കെ, നമുക്ക് സംസാരിക്കാം. താങ്ക്സ് a lot. സച്ചിന്റെ ഒരു ചോദ്യമുണ്ട്. How to choose a right RDS DB sizing, number of eCPU, RAM, storage for cloud migration while migrating on-premise DB to cloud. ചേട്ടൻ അത് കണ്ടു കാണും. സജാദ് ആൻസർ ചെയ്തിട്ടുണ്ട് ടൂൾസിന്റെ കാര്യം. മേ ബി ചേട്ടൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഒരു കസ്റ്റമർ റിക്വയർമെന്റ് പറയുമ്പോൾ അവരൊരു 300 യൂസേഴ്സ് അങ്ങനെ പറയുള്ളൂ. എന്നിട്ട് നിങ്ങൾ റൈറ്റ് സൈസ് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സൈസിങ് പറയുന്നത്? സച്ചിൻ, ഒറ്റ കാര്യം ഞാൻ ചേട്ടൻ ആൻസർ ചെയ്യുമായിരിക്കും. എനിക്കും ആൻസർ ചെയ്യാവുന്ന ചോദ്യമാണ്, പക്ഷെ ചേട്ടൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആണോ? ഓക്കെ, അല്ല ചേട്ടൻ ആഡ് ചെയ്യാം. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു, ഓക്കെ ഞാൻ പറയാം. അതായത് ഇപ്പോ സച്ചിൻ പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു DB-നെ കുറിച്ചാണോ അതെയോ ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ? അവിടെ എനിക്ക്
ഡിബിക്ക് എത്ര വരുമെന്ന് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൺ പ്രൈമിലുണ്ട് ഒരു ആപ്ലിക്കേഷൻ, അതിന് 300 യൂസേഴ്സ് ഉണ്ട്. അവർ ഇങ്ങനെയൊക്കെ ടിക്കറ്റിംഗ് ടൂൾ അങ്ങനെ എന്തെങ്കിലും പറയും കസ്റ്റമർ. അപ്പൊ അതിനെ നമുക്ക് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ RDSന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയും. കുറെ HA ഉണ്ട്, ഹൈ അവൈലബിലിറ്റി ഉണ്ട്, അങ്ങനെ കുറെ ബാക്കപ്സ്, പോയിന്റ് ഇൻ ടൈം റിക്കവറി നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുമെന്ന് പറയും. നമ്മൾ കസ്റ്റമറിനെ മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അതിന്റെ സൈസിങ് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ടോ, അതോ നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. ജസ്റ്റ് ടോപ്പ് ലെവലിൽ നിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വളരെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല. എക്സിസ്റ്റിംഗ് ആയിട്ട് റൺ ചെയ്യുന്ന DB ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിസോഴ്സ് യൂസേജ് ഉണ്ടാവില്ല. ഇപ്പോൾ അത് പഴയ ടൈപ്പ് നമ്മുടെ ഒരു സ്റ്റാൻഡ് ലോൺ MySQL PostgreSQL ഇൻസ്റ്റാളേഷൻ ഒക്കെ ആണെങ്കിലും ഓൺ പ്രൊമൈസിലാകുമ്പോൾ അതിനൊരു എന്താണ്, അതൊരു നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരു സർവറിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർവറിന് കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിന് ഇത്ര കോറായിരിക്കും ഉണ്ടാവുക, 8 കോറോ 16 കോറോ 32 64 ആയിരിക്കാം. അതിന് ഇത്ര മെമ്മറി റാം ആയിരിക്കും ഉണ്ടാവുക, അതിന് ഇത്ര ഡാറ്റ, അതറിയാമല്ലോ നമുക്ക്. സോ അത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാകും, നമുക്ക് എന്തൊക്കെയാലും ഒബ്സർവബിലിറ്റി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേണം. അതായത് ഇപ്പോൾ ഉള്ള യൂസേജ്, ഇപ്പോൾ ഉള്ള അതുപോലെ കണക്ഷൻ ലിമിറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ, ഒരു അവറിലെല്ലാ കണക്ടിവിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു DB നമ്മൾ ആദ്യം നോക്കുക, നമ്മുടെ ഇപ്പൊ റൺ ചെയ്യുന്ന സർവർ ഇത് 16 കോറും 32 GB ഉള്ള ഒരു ഇതിലാണ് റൺ ചെയ്തിട്ട് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്. അത് മേ ബി ഒരു 70% ഒക്കെ ആണോ? ആ ഒരു 70% യൂസേജ് ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വിചാരിക്കണം എന്നാൽ ഇതൊന്ന് 90% പൊക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് കുറച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 16 കോറിന് 32 GB കാര്യം പറഞ്ഞത്. എന്നാൽ ക്ലൗഡിലേക്ക് പോകുമ്പോഴേക്കും മൊത്തം ഉപയോഗിക്കുന്നില്ലല്ലോ, 70 അല്ലേ ഉപയോഗിക്കുന്നത്, എന്നാൽ അത് കുറച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ചിലപ്പോൾ. കാരണം നമ്മൾ സ്പൈക്കുകൾ ചില സമയത്ത് സ്പൈക്കുകൾ പ്രതീക്ഷിക്കണം, പല രീതിയിലുള്ള ഇഷ്യൂസ്, DB ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു 70% ഒക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒപ്റ്റിമലായിട്ട് വെക്കാറുള്ളത്. അതിൽ കൂടുതൽ പോകാറില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് 70 നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇതേ കോൺഫിഗറേഷനുള്ള ഒരു DB ആണ് എനിക്ക് എന്തിലും വേണ്ടത്, RDSലും വേണ്ടത്. അപ്പൊ RDSന്റെ DB ഇൻസ്റ്റൻസ് ടൈപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവൈലബിൾ ആണ് പല തരത്തിലുള്ളത്, അത് പല പ്രൊസസ്സറിലുള്ളത്. അവിടെ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റൻസ് ടൈപ്പിന് ഓരോന്നിനും അതിന്റെ CPU ഉണ്ടാവും, ഇത്ര കോറുള്ളത്, ഇത്ര മെമ്മറി. അതുപോലെ നമ്മുടെ ഈ സ്റ്റോറേജ് അത്ര പലപ്പോഴും ഇമ്പോർട്ടന്റ് ആവാറില്ല, അത് ഞാൻ പറയാം. പക്ഷെ ഇത്ര മെമ്മറി, ഇത്ര CPU, പിന്നെന്താണ് IOPS എങ്ങനെയാണ് എന്നുള്ളത്, അത് പല തരത്തിലുണ്ട്. ഇപ്പൊ RDSലൊക്കെ ആകുമ്പോൾ പല രീതിയിലുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ DB ഹാൻഡിൽ ചെയ്യുന്ന ലോഡ് വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അതേ ഒരു ഇൻസ്റ്റൻസ് ടൈപ്പിനെ അവിടെ കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റോറേജിന്റെ കാര്യം പറഞ്ഞു, സ്റ്റോറേജും ഈ പറഞ്ഞ സർവറിൽ ഡയറക്റ്റ് അവൈലബിൾ ആണ്. എത്രയാണോ സ്റ്റോറേജ് അതും അവിടെ വെക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളൊരു ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് ഒക്കെ അല്ല ചെയ്യുന്നത്. അതായത് ഇതിനെ ഒരു ഡംപ് എടുത്തിട്ട് പല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഓൺ പ്രൊമൈസിൽ കിടക്കുന്ന ഒരു MySQL DB ആണെങ്കിൽ അതിന്റെ ഒരു MySQL ഡംപ് എടുത്ത്, അല്ലെങ്കിൽ PostgreSQL PG ഡംപ് എടുത്തിട്ട് അതിനെ കൊണ്ടുപോയി അവിടെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് അത്ര റെക്കമെൻഡ് അല്ല, അത് കൂടുതൽ ഡൗൺ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സിങ്ക് ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ക്ലൗഡിലുള്ള DBയുടെ റിസോഴ്സ് കുറച്ചുകൂടെ കൂട്ടി വെക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാബേസ് മൈഗ്രേഷൻ സർവീസ് ഉണ്ട്, അത് ഓൺ പ്രമീന്ന് RDS ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അറിയാവുന്നവർക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ക്ലൗഡ് ടു ക്ലൗഡ് സാധാരണ ഉണ്ട്, ചിലപ്പോൾ ഓൺ പ്രമീസിൽ നിന്നും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഡാറ്റാബേസിൽ വരുന്ന ലോഡൊക്കെ കൂടുതലായിരിക്കും. ആ സമയത്ത് നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം, അപ്പാക്കി വെക്കേണ്ടി വരും. അത് നമുക്ക് പിന്നീട് നമുക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള മെഷറാണ്. അതിനുശേഷം എന്തായിരുന്നു നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന DB ലോഡ് അതിന്റെ സെയിം സൈസിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് എനിക്ക് അതിന്റെ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് പറയാനുള്ളത്. വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൻസർ ചെയ്യാം ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ. അത് ക്ലിയർ ആണോ, അതോ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ? ഞാൻ ക്ലിയർ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മെഷർ ചെയ്യാം. ഞാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴാണെന്ന് അറിയോ, നമുക്ക് അറിയില്ല. ഇവര് 300 യൂസേഴ്സ് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ക്രൈറ്റീരിയ ആവുന്നില്ലല്ലോ. നമുക്കറിയാൻ പറ്റില്ല എത്ര റിസോഴ്സ് യൂസേജ് വന്നേക്കാം, എത്ര റാം ആണെങ്കിലും മെമ്മറി ആണെങ്കിലും CPU ആണെങ്കിലും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് എക്സിസ്റ്റ് റൺ ചെയ്യുന്ന DB ആണെങ്കിൽ ഒബിയസ്ലി നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി നോക്കുക. ഇപ്പൊ ഓടുന്ന സാധനമാണെങ്കിൽ അത് തന്നെ അവിടെ കൊണ്ടുവയ്ക്കുക. ഇനി ഒരുപാട് ഇപ്പൊ 50% താഴെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ക്ലൗഡിൽ നമ്മൾ കുറച്ചുകൂടി ചെറിയ DB ഉപയോഗിക്കുക.
കാരണം എന്താണ്, ഓവർ പ്രൊവിഷൻഡ് ആണ് നമ്മുടെ ഓൺ പ്രൊമൈസിൽ. നേരെ മറിച്ച് ഓൺ പ്രൊമൈസിൽ എപ്പോഴും അത്യാവശ്യം 90% വരുന്ന ഒരു സംഭവമാണെങ്കിലോ ക്ലൗഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സൈസ് DB ആണ് എടുക്കാൻ. എന്തുകൊണ്ടാണ്? ഓൺ പ്രൊമൈസിൽ അത് അണ്ടർ പ്രൊവിഷൻഡ് ആണ് എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ശരി. ഓക്കെ, മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ 9:30 വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യം. ഓക്കെ, നമ്മൾ ഈ ഫ്രണ്ട് എൻഡിന് ക്യൂബർനെറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഫ്രണ്ട് എൻഡിലാണ് കൂടുതൽ ക്യൂബർനെറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ശ്യാം, വോയിസിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ലിയർ അല്ല. ഓക്കെ, ഫ്രണ്ട് എൻഡിന് ക്യൂബർനെറ്റ്സ് സജസ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതെന്താണ് ഫ്രണ്ട് എൻഡിന്? പിന്നെ സൂപ്പർ മാർക്കറ്റിന് സജസ്റ്റ് ചെയ്യുന്നില്ല. ഫ്രണ്ട് എൻഡ് അല്ല, ഫ്രണ്ട് എൻഡ് ആപ്സ് ആണ്. ഫ്രണ്ട് എൻഡ് ആപ്സിന്റെ വർക്ക് ലോഡ് നമുക്ക് കുബർനെറ്റിസിൽ ഇടുന്നത് ചെറു നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പേജ്, ഐ മീൻ യൂസർ ഇന്റർഫേസോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇത്. ചേട്ടാ, എനിക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്നു ആൻസർ. എനിക്ക് കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതിന് പക്ഷെ ഒരിക്കലും നമുക്ക് ബാക്ക് എൻഡ് കുബർനെറ്റ്സ് ഇടാൻ പാടില്ല എന്നുള്ളൊരു നോഷൻ ഇല്ലല്ലോ അവിടെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അല്ല, ഞാൻ പറഞ്ഞത് ബെസ്റ്റ്, ഐ മീൻ നല്ലതെന്ന് പറഞ്ഞാൽ കാരണം ഇൻഗ്രസും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ഇത് ഇടുന്ന, ഐ മീൻ ഫ്രണ്ട് എൻഡ് ലൈറ്റ് ലോഡഡ് ആപ്ലിക്കേഷൻസ് എല്ലാം കുബർനെറ്റിസിൽ ഇടുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിന് സജസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോറി, ഒന്നുകൂടെ പറയാമോ ശ്യാമേ? കേട്ടില്ല. സൗണ്ട് പ്രോബ്ലം ഉണ്ട്. സൂപ്പർ മാർക്കറ്റിന് സജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അങ്ങനെ പറയും. ലിൻസി ചേട്ടന്റെ മാസ്റ്റർ പീസ് എക്സാമ്പിൾ ആണത്. അത് വേറെ ഒന്നുമില്ല. ഒരു സൂപ്പർ മാർക്കറ്റിന് വേണ്ട ഒരു ആപ്പ് അറിയാമല്ലോ, ഒരു ബിൽഡിങ് അതുപോലത്തെ സാധനങ്ങൾ, ഒരു ചെറിയൊരു ഒരു കോമൺ സൂപ്പർ മാർക്കറ്റ്. ഇപ്പം അവർക്കിപ്പോൾ പെട്ടെന്നൊരു അവർക്ക് ആ ആപ്ലിക്കേഷൻ അവർക്ക് പെട്ടെന്ന് ക്ലൗഡിൽ ഒരു ഇടണം, ഒരു സിസ്റ്റത്തിനകത്ത് ഇടേണ്ട കേസ് ഇട്ടേ ഉള്ളൂ. അത് നമ്മൾ ക്ലൗഡിൽ കൊണ്ടുവന്നിട്ട് കുബർനെറ്റിസിനകത്ത് ഇട്ട് റൺ ചെയ്ത് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബില്ല് കാണുമ്പോഴത്തേക്ക് അവൻ ഞെട്ടുവോ ഇല്ലയോ, അതേ ഉള്ളൂ ഉദ്ദേശമുള്ളൂ. ഇറ്റ്സ് എ ഹ്യൂമൻ. ഒരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് എൻഡിന്റെ കേസ് പറഞ്ഞതുപോലെ, പക്ഷെ നമ്മൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മളെപ്പോഴും ഫ്രണ്ട് എൻഡ് കുബർനെറ്റ്സ് പോണേക്കാട്ടി സെർവർലെസ് അല്ലേ ബെസ്റ്റ് അപ്രോച്ച്? സെർവർലെസ് ഒരു പ്രശ്നമുണ്ട്. സെർവർലെസ് എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? ലാംഡ ആണോ? അല്ല, ഇപ്പൊ എനിക്ക് ലാംഡ അറിയത്തില്ല. ഞാൻ ഫംഗ്ഷൻസ്, ഇപ്പൊ നമുക്ക് അഷ്യൂർ ഫംഗ്ഷൻസിലോട്ടൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് അഷ്യൂർ ഫംഗ്ഷൻസിലാണെങ്കിൽ പോലും നോക്കണം, ഒരു ട്രിഗർ വേണം. അത് കുറച്ചു നേരം ഓടും, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കൊണ്ടുവരും. അതല്ലേ അവിടെ നടക്കുന്നത്. അതെ. പക്ഷെ നമുക്കതാണോ വേണ്ടേ? ഒരു ഫ്രണ്ട് എൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു ട്രിഗർ അതും അവിടെ പ്ലേജ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആ സെഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുന്നത് ടൈം മുഴുവൻ ആ സെഷൻ എനേബിൾഡ് ആയിരിക്കണം, അൺലെസ് ഞാനൊരു ടൈം പീരീഡ് വെക്കുന്നത് വരെ. മനസ്സിലായി. നിതീഷ്, ഇപ്പൊ അത് സർവർലെസ് ആണെങ്കിൽ തന്നെ നമുക്ക് ലാംഡ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല സർവീസ് എടുക്കണമെന്നില്ലല്ലോ. ഇപ്പോ AWSന്റെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ഫാർഗേറ്റ് ഉണ്ട്, സർവർലെസ് ആണ് അവിടെ. അത് സർവർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ ലാംഡയിലേക്ക് നമുക്ക് ചുരുക്കേണ്ട കാര്യമില്ല. പക്ഷെ സർവർലെസ്സിൽ പോകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, അത് നമ്മൾ പറയുമ്പോൾ ഓക്കെ മാനേജബിലിറ്റി ഓവർഹെഡ് കുറവാണെന്ന് പറയുമെങ്കിലും പലപ്പോഴും എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ വരും അത്യാവശ്യം അല്ല നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ കോസ്റ്റ് ഇതാവും, അവിടെ ചില ലിമിറ്റേഷൻസ് വരും. നേരെ മറിച്ച് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും അതിന്റെ സ്റ്റാൻഡേർഡ് വേർഷൻ. അതിപ്പോ AWSന്റെ എക്സാമ്പിളിലാണെങ്കിൽ EC2 തന്നെ റൺ ചെയ്യാം. നമുക്ക് കൺട്രോൾ ഉള്ള EC2 ആയിരിക്കും നമ്മൾ റൺ ചെയ്യുക, സർവർലെസ്സിലേക്ക് പോകാതെ. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഞാൻ പറയാം, ലാംഡ മാത്രമല്ല സർവർലെസ്സിൽ മറ്റു ഓപ്ഷൻസും ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ശ്യാമിന്റെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എന്തായിരുന്നു, ഒരു S3 നിന്നും ഓൺ പ്രിമൈസിലേക്ക് പെറ്റാബൈറ്റ് കണക്കിന് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യണം, 10x10G കണക്ഷൻ. ഓക്കെ, ബാൻഡ്. ഓക്കെ, ലിൻസായിട്ട് ഈ ചോദ്യമുണ്ടോ? സോറി, അതിന് ഇടയ്ക്ക് ശ്യാം അതിലേക്ക് വരാം. എനിക്ക് ഷബീബ് ഹാൻഡ് റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ഷബീബ് ചോദിക്കാം.
സോറി, ഞാൻ മിസ്സായിരുന്നു. ഷബീബ് സംസാരിക്കാം. അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തതാണോ? ഹലോ, ഷബീബ് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശ്യാമിന്റെ ചോദ്യത്തിലേക്ക് വരാം. ലിൻസേട്ടാ, ചോദ്യം കണ്ടിരുന്നോ? കണ്ടു. AWS ഡയറക്റ്റ് കണക്ട് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ബെസ്റ്റ് പോസിബിൾ മൈഗ്രേഷൻ സ്ട്രാറ്റജി ഫോർ ദിസ്? ഇതിപ്പോ എങ്ങനെ മൾട്ടിപ്പിൾ S3 ബക്കറ്റിനെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരണം, അതല്ലേ? അത് തന്നെ. അത് ഡയറക്റ്റ് കണക്ട് വിൽ ബി ബെറ്റർ. അപ്പൊ ഈ മൾട്ടിപ്പിൾ S3 ബക്കറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ടൈം പീരീഡ് കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ 6 മാസത്തിനകത്ത് പെറ്റാബൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 to 7 months 7 monthsനകത്ത് നിങ്ങൾക്ക് ഈ സാധനം താഴെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് 6 monthsനകത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് കണക്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഡയറക്റ്റ് കണക്ട് വിത്ത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഓഫ് 10 ഉണ്ടായി കൊള്ളാം. ചേട്ടാ 10Gയുടെ 10 കണക്ഷൻ എടുത്തിട്ടുണ്ട്. 10 കണക്ഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ട്. പെറ്റബൈറ്റ് സ്കെയിലാണ് ഡേറ്റ മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോ ആക്ച്വലി കണക്ടിവിറ്റി പാർട്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ നമുക്ക് ഈ ഡേറ്റനെ അവിടുന്ന് നമുക്ക് എന്ത് ടൂള് വെച്ച് നമ്മൾ ആർക്ലോൺ എന്ന് പറഞ്ഞൊരു ടൂളാണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നത്, ട്രൈ ഔട്ട് ചെയ്തോണ്ടിരുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാമോ എന്നറിയാനായിരുന്നു. ടൂൾസായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു അലാമിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപാത്തിങ് വെച്ചിട്ട് പൈത്തൺ വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. സ്ക്രിപ്റ്റ് അത് തിരിച്ചായിരുന്നു, ഓൺ ഫ്രം ടു ക്ലൗഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മൾട്ടിപാത്തിങ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് മൾട്ടിപാത്തിങ് ആൻഡ് മൾട്ടി ത്രെഡിങ് ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുന്നു, അത് വെച്ചിട്ടായിരുന്നു മൊത്തം കോപ്പി ചെയ്തുകൊണ്ടിരുന്നത്. It almost took around 7 months to complete the petabyte data. Okay. ഒരു 3 months ആണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു ടൈം ലൈൻ. അതാണ് ഇത്രയും കൂടുതൽ ഡയറക്റ്റ് കണക്ട്. കോസ്റ്റ് ഒരു ഫാക്ടർ അല്ലേ അതിനകത്ത്? Only for 3 months, right? 3 months നിങ്ങളുടെ ഫുൾ സാധനം താഴെ കൊണ്ടിരുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോങ് പീരീഡ് വെച്ചിട്ട് ഒരു അല്ലെങ്കിൽ 1 year വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് ടപടപെയ്യുന്ന സാധനം വരേണ്ടതാണ്. അത് തന്നെയാണ് പ്ലാൻ. അല്ല, ഞാൻ യൂസ് ചെയ്ത് ഈ ആർക്ലോൺ വെച്ചിട്ട് മൾട്ടി ത്രെഡിങ്ങും ഈ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ആർക്ലോൺ വെച്ച് മൾട്ടിപ്പിൾ ആർക്ലോൺ പ്രോസസ്സസ്, മൾട്ടിപ്പിൾ EC2 ഇൻസ്റ്റൻസസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. ഇല്ല, മൾട്ടിപ്പിൾ സെഷനും കൂടെ വേണം. അത് വേറെ ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്തോളൂ. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, ആർക്കെങ്കിലും അതിൽ അഡീഷണൽ ആയിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഞങ്ങളാരും ടൂൾ ഉപയോഗിച്ചിട്ടില്ല, ഉള്ളതെല്ലാം സ്ക്രിപ്റ്റ് വെച്ച് എഴുതുന്ന പരിപാടിയായിരുന്നു. അല്ല, ഇവിടെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് കണക്ട് ഉണ്ട്, അതിലും ബെറ്റർ ആയിട്ട് അതും 10 കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതിലപ്പുറത്തേക്ക് അത് ചെയ്തിട്ടുള്ളവർക്കായിരിക്കും പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിവേ, ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോഴെങ്കിൽ ജനറലി ഉള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കാര്യം പറയാവുന്നത്, ആ ഒരു കൺസിഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചില മൈഗ്രേഷനിലൊക്കെ പോകുമ്പോൾ ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ VPN, കസ്റ്റമർ ഗേറ്റ് വേയും, അതായത് സൈറ്റ് ടു സൈറ്റ് VPN ഒക്കെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ട് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതുപോലെ സൈസും ബാൻഡ്വിഡ്ത്തും വെച്ചിട്ടായിരിക്കണം. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ VPN പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വളരെ പൂർവ്വമായിട്ടെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊണ്ട് വയ്ക്കും, ഓക്കെ, അത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വലിക്കില്ല എന്നുള്ളത്. അതിനകത്ത് വേറൊരു ഇതുണ്ട്, VPN വെച്ചിട്ട് ഒരിക്കലും ഡേറ്റ മൈഗ്രേഷൻ ഈ പറയുന്ന ഈ ഇതേപോലത്തെ പെറ്റാഡേറ്റ അല്ലെങ്കിൽ ജിഗാബൈറ്റോ ഡേറ്റാസ് നമ്മൾ ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാനത് പറഞ്ഞാണ്. ഞാൻ പെറ്റാബൈറ്റ് അല്ല, ഇനിയിപ്പോ TB ആണെങ്കിൽ പോലും ഇതൊരു കൺസിഡറേഷൻ ആണ്. നമ്മൾ ഇപ്പൊ ക്ലൗഡ് മൈഗ്രേഷന്റെ എല്ലാ ഏരിയസിലേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയില്ലല്ലോ. പക്ഷെ ഈ ഒരു ഡാറ്റ മൈഗ്രേഷനിൽ വരുമ്പോൾ ഒരു വലിയ കൺസിഡറേഷൻ ആണ് ഏത് ടൈപ്പ് കണക്ടിവിറ്റി ഉപയോഗിക്കണം എന്നുള്ളത്. അതിന്റെ ബാൻഡ്വിഡ്ത്ത് എത്രയുണ്ട്, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഫാക്ടറി പറഞ്ഞ കോസ്റ്റ്, രണ്ടും കൂടെ ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം
നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഒരു അഡീഷണൽ പോയിന്റും കൂടെ ജസ്റ്റ് തരുന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മൾട്ടിപ്പിൾ സെഷൻസ് എന്തായാലും വേണമെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി വെച്ചോ. നിങ്ങൾ മാക്സിമം അവിടുന്ന് കോപ്പി ചെയ്ത് ഓൺപ്രമിലേക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ, മാക്സിമം സൈസ് ഒരു മിനിമം സൈസ് വെച്ചിരുന്നത് നല്ലതാണ്. നിങ്ങളൊരു 1 GB അല്ലെങ്കിൽ ഇതോ വെച്ചിട്ട് നിങ്ങൾ പറയരുത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് എന്തുപറ്റുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു ഗ്ലിച്ച് വല്ലതും വന്നു കഴിഞ്ഞാൽ റീട്രൈക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ചങ്ക് സൈസ് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഒരു സജഷനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, മറ്റാർക്കെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഷബീബ് നിങ്ങളെ ഓക്കെ ഓഡിബിൾ ആണോ? ഹലോ, ഇപ്പൊ ഓഡിബിൾ ആണ്, പറയാം. ഓക്കെ ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറന്റ് ഒരു RDS അഷ്യൂർ MariaDB RDS റൺ ചെയ്യുന്നുണ്ട്. സോ അത് നോർമൽ ഡാറ്റാബേസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? ആക്ച്വലി RDSൽ കുറെ സർവർ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷന് വേണ്ട പാരാമീറ്റേഴ്സ് മാത്രം എടുത്താൽ മതിയോ? ആപ്ലിക്കേഷൻ ബേസ്ഡ് പാരാമീറ്റേഴ്സ് മാത്രം എടുത്താൽ എനിക്ക് തോന്നുന്നില്ല സർവർ ബേസ്ഡ് പാരാമീറ്റേഴ്സ് എടുക്കണം. അവൻ എൻ്റയർ പാരാമീറ്റേഴ്സ് കോപ്പി ചെയ്യണമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഈ ഡാറ്റ സർവർ സൈസിങ് അപ്പൊ എങ്ങനെയായിരിക്കും? അത് ഓൾറെഡി സെയിം സ്പെക്കിലുള്ളത് തന്നെ എടുക്കണോ അതോ RDS ആകുമ്പോൾ ഹയർ ആണല്ലോ? അത് ക്ലൗഡ് ടു ക്ലൗഡ് തന്നെയാണ് മൈഗ്രേഷൻ ചെയ്യുന്നത്. നമ്മൾ ക്ലൗഡ് ടു ക്ലൗഡ് ചെയ്യുമ്പോഴും ഇതേ അപ്രോച്ച് അല്ലേ? വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറയട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, നമ്മളിപ്പോഴുള്ളത് നോക്കുക, അതിന്റെ യൂസേജ് അനുസരിച്ചിട്ട് ഇക്വാലന്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ടൈപ്പ് AWSൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ CPU മെമ്മറി എന്തൊക്കെയാലും ഒരു സെപ്പറേറ്റ് എടുക്കുന്ന സംഭവമല്ല, ഉണ്ട്. ഇപ്പം അതുപോലെ ഏത് പ്രൊവൈഡർ വേണം, ഇപ്പൊ അറോറ വേണം, അതല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള MySQL PostgreSQL ആണെങ്കിൽ അത് വേണം, അതിന്റെ IOPS എങ്ങനെയായിരിക്കും, ഇത്തരം കാര്യങ്ങളുടെ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സർ ഇപ്പോൾ കോസ്റ്റ് കുറച്ചുകൂടെ കുറവ് ഗ്രാവിറ്റോൺ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം AWSലേക്കൊക്കെ വരുമ്പോൾ, സാധാരണ ഇൻസ്റ്റൻസിന് പകരം. അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഉണ്ട്. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എക്സിസ്റ്റിംഗ് DB റൺ ചെയ്യുന്നതാണെങ്കിൽ അത് എളുപ്പത്തിൽ എടുക്കാവുന്നേ ഉള്ളൂ. അതിന്റെ സൈസിങ്ങും കാര്യങ്ങളൊക്കെ. പ്രശ്നം എപ്പോഴും എനിക്ക് തോന്നുന്നു വരാറുള്ളത്, നമ്മളിത് ആദ്യം ഒരാളത് ചോദിച്ചിരുന്നു, സജീറാന്നോ, മൈഗ്രേറ്റ് ചെയ്യാൻ നേരത്തുള്ളതാണ്. നമ്മളത് ഒരു DMS സർവീസ് ഒക്കെ വെച്ചിട്ട് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ കൂടെ തന്നെ എക്സിസ്റ്റിംഗ് DBയിൽ 250 GB ഉള്ളു. അപ്പൊ നമുക്ക് ഡംപ് എടുത്ത് ചെയ്യുന്നതായിരിക്കില്ല ബെറ്റർ, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. DMS ആകുമ്പോൾ അപ്പൊ ഏതെങ്കിലും ഡൗൺ ടൈം ഉണ്ടാവുമല്ലോ, ഡൗൺ ടൈം പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മളിപ്പോ ത്രൂ ഔട്ട് 24/7 വർക്ക് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ പാതിരാത്രിക്കൊക്കെ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് ഡൗൺ ടൈം വെച്ചിട്ട്. അതല്ല DMS വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് അഷൂർ ടു AWS ഉണ്ടാവുമായിരിക്കും. DMS ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് അത് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ, സിങ്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് അത് സിങ്ക് ചെയ്ത്, പിന്നെ ഇനി അത് ഹൈവറിലിറ്റി വേണം അല്ലെങ്കിൽ റിപ്ലിക്കാസ് വേണമെങ്കിൽ അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ആപ്ലിക്കേഷന്റെ റിക്വയർമെന്റ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ PG ഡംപാണ് പറഞ്ഞ ഏതാ എഡ്ജിനേതാ പറഞ്ഞ? ഓക്കെ, MySQLന്റെ ഇതിൽ വരുമ്പോ ഇവിടെ എനിക്ക് MySQL ഡംപ് തന്നെ. അത് 250 GB എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി DMS ട്രൈ ആവുന്നതാണ്. എൻ്റെ ഒരു ഇതിലൊന്ന് പറയുന്നതാണ്. ഞാനൊരു DB എക്സ്പേർട്ട് അല്ല, പക്ഷെ DMS ട്രൈ ചെയ്യുന്നതിൽ കോസ്റ്റിൽ വലിയ പ്രശ്നമില്ലെങ്കിൽ വേണമെങ്കിലും എടുക്കാം. ഒരു ഹ്യൂജ് ചങ്ക് അല്ല. എനിവേ 250 നിങ്ങൾക്ക് ഡൗൺ ടൈം അക്സെപ്റ്റബിൾ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ DMS കൊടുക്കാം. DMS ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് അതൊന്ന് നോക്കണം. നമ്മുടെ ആ പ്രീറിക്വസൈറ്റ് മേ ബി DMS ചെയ്യണ സമയത്ത് ശരിക്കും വേണ്ട DBയുടെ സൈസ് ആയിരിക്കില്ല വേണ്ടത്. DMS ചെയ്തതിന് ശേഷം അത് പ്രൊമോട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ തിരിച്ച് പഴയ നമ്മുടെ സൈസിലേക്ക് വരിക. അത്തരം കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് AWS സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ നിന്ന് തന്നെ ലഭിക്കും എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ളത്. ഒരു പാർട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പാർട്ണർ അല്ല, AWSന്റെ സപ്പോർട്ടിൽ നിന്ന് തന്നെ മെയിൻ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നതാണോ? അടിയാനോ? ചന്ദ്രിക ദിനേശ്. ഓക്കെ, സംസാരിക്കും. യെസ്, യു ആർ ഓഡിബിൾ. ഓക്കെ. സോ ആദ്യത്തെ S3 ഡാറ്റ മൈഗ്രേഷൻ ഇല്ലേ, അതിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ പെറ്റാബൈറ്റ് മൈഗ്രേഷനിൽ കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഇല്ലെങ്കിൽ ഈ സ്നോ കോൺ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് AWSയുടെ സർവീസസ് ഉണ്ട്.
അപ്പൊ അവര് ഡാറ്റ ഫിസിക്കലായിട്ട് ഒരു ഡിസ്കിൽ അവർ ഷെയർ ചെയ്യും. അത് നമ്മുടെ ഓൺ പ്രമിൽ അത് കണക്ട് ചെയ്തിട്ട് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സർവീസ് ഉണ്ട്. ജസ്റ്റ് ആ ഒരു പോയിന്റിൽ എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നത്, അത് ഫ്രം ഓൺ പ്രം ടു AWS ഓർ സം അതർ ക്ലൗഡ് ടു AWS മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു ആംഗിളും ഞങ്ങൾ ട്രൈ ചെയ്താണ്. AWS ഔട്ട്വേർഡ് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ AWS സപ്പോർട്ടിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഓക്കെ. ശ്യാം പറഞ്ഞത് പോയിന്റ് ആണ് കേട്ടോ. അത് ഇത് ചന്ദ്ര, ഇത് ഇവർക്ക് റിവേഴ്സ് ഇതാണ് സാധനം. AWSന്റെ അണ്ടറിൽ നിന്ന് അടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ്. AWSന്റെ സർവീസ് എന്തായാലും സപ്പോർട്ട് ചെയ്യൂല. ഒരു നിസ്സാരം ഞാനിവിടെ നമ്മുടെ റൗട്ട് 53 ഒരു സോൺ ഇമ്പോർട്ട് ചെയ്യാൻ പോലും ഓപ്ഷൻ ഇല്ല. അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോലും ഓപ്ഷൻ ഇല്ല. ഇമ്പോർട്ട് ചെയ്യാം, എന്തോ അങ്ങോട്ട് കൊണ്ടുവരാം, പക്ഷെ ഇങ്ങോട്ടില്ല. ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എനിവേ ശ്യാം അത് പറഞ്ഞു തന്നാലും നന്ദി. ഓളൊക്കെ അത് നടക്കൂല എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. എല്ലാ ക്ലൗഡ് പ്രൊവൈഡറും ഇത്രയേ ഉള്ളൂ, ഇമ്പോർട്ട് മാത്രമല്ല. കാശ് നീ എന്റെ എടുത്തോണ്ട് പോകണ്ടെന്നേ പറയുന്നു. അല്ല, അതേ പറയാം, നിസ്സാരം ഞാൻ പറഞ്ഞില്ലേ, ഒരു സോൺ അവിടെ എക്സ്പോർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. അതിന് വേറെ ടൂൾ വേണം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ. ഇമ്പോർട്ട് ചെയ്യണം, ഓക്കെ, എല്ലാം റെഡിയാണ്. സിബിൻ എന്താ പറയുന്നത്? ഡാറ്റ ഡിപ്പെൻഡൻസി ഇല്ല, ഞാൻ ആ പ്രോബ്ലം പറഞ്ഞാണ്. അവര് ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് അപ്പോഴല്ലേ അവരുടെ പ്രൊഡക്റ്റിൽ ഒരു കസ്റ്റമറിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പരിധിക്കുള്ള ഡാറ്റ ആയി കഴിഞ്ഞാൽ സ്വാഭാവികം ചെയ്യാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ? Definitely their marketing strategy, right? ഓക്കെ. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ അനുസരിച്ച് 10 മിനിറ്റ് കൂടി ഉണ്ട്. നിങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇത്രയും സെഷൻ നീണ്ടുപോകുന്നത്. ആദ്യമൊക്കെ നമ്മുടെ സെഷൻസ് 10:15-11 വരെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് നാളായിട്ട് 9:15 തീരുമായിരുന്നു. ഇന്ന് എന്തൊക്കെയായാലും നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫേസിന് ശേഷം നല്ല ആക്റ്റീവായിട്ട് ഇത്ര നേരം നിന്നിട്ടുണ്ട്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, ആൻസർ ചെയ്യാൻ ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറയാം. ചോദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കഴിയുന്ന ആരെങ്കിലും, നിങ്ങൾക്ക് ഇനി ഡെവോപ്സ് മലയാളത്തെ കുറിച്ച് ആദ്യമായിട്ട് അല്ലെങ്കിൽ സെഷനിൽ ആദ്യം വരുന്നവർക്ക് നിങ്ങൾക്ക് ഡെവോപ്സ് മലയാളത്തെ കൊണ്ട് കുറച്ച് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അതായത് ഞാൻ ഈ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഉള്ള അവസരമാണ് ഇപ്പോൾ. ആർക്കെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ട്. അതായത് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലി ദോസ് പീപ്പിൾ ഹു നീഡ് സം റിയൽ ഇൻപുട്ട് ഹാസ് അറ്റൻഡഡ് ദ സെഷൻ. That is, they are working on this such a project and they were eagerly expecting that we are getting something. അത് എനിക്ക് കിട്ടി എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഓക്കെ, പക്ഷെ എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ലിൻസിയെ സാറിന് ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് ട്രബിൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഐ വിൽ ഷൂട്ട് ദ ക്വസ്റ്റ്യൻ ടു യു ജിജോ. പക്ഷെ ഇന്നത്തെ ഇത് ഇന്ന് 30 പേരേ ഉള്ളൂ, പക്ഷെ 30 അല്ലെങ്കിൽ 40 പേരേ ഉള്ളൂ. അവർ കൗണ്ട് വി ആർ ഓൺലി 32. അത് ഞാൻ ഇന്റർഫിയർ ആണ്. നമുക്ക് 1 മണിക്കൂർ 47 പേരുണ്ടായിരുന്നു. ഓക്കെ അല്ല, ഞാൻ പറയുകയാണ്. സോ പക്ഷെ ഈ 32 പേരും they were having some sort of issues or they have faced some sort of issues or they had that much queries. ഇങ്ങനത്തെ സെഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ കൂടുതലായിട്ട്, അതായത് പ്രാക്ടിക്കൽ മീൻസ് ഇൻഡസ്ട്രി ഓറിയന്റഡ് സെഷൻസ് നമുക്ക് കുറച്ചും എക്സ്പേർട്സിനെ വേറെ സ്ഥലത്തു നിന്നും കൂടി കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദ കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് ജിജോയോട് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ലിൻസിയെ പോലെയുള്ള ഇഷ്ടം പോലെ ഹു ആർ വില്ലിംഗ് ടു കോൺട്രിബ്യൂട്ട്, അങ്ങനെ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ അജണ്ട എന്താണ്? ടു സ്പ്രെഡ് ദ നോളേജ് അല്ലേ? അതിനുള്ള ഇത് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഐ ആം റിയലി താങ്ക്ഫുൾ ടു ലിൻസി. താങ്ക് യു രാജേഷ് ചേട്ടാ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ക്ലൗഡ് മൈഗ്രേഷന്റെ തന്നെ ഒരു ടോപ്പ് ലെവലിൽ മാത്രമാണ് ഇന്നത്തെ സെഷൻ പോയിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഡീപ് ഡൈവ് ചെയ്യുകയാണെങ്കിൽ എത്രയോ അധികം അതുണ്ട്. എനിക്ക് തോന്നുന്നു, ആരായിരുന്നു ചോദിച്ചത്? ശിവദാസ് ചോദിച്ചാൽ DNS മൈഗ്രേഷൻ പോലും ക്ലൗഡ് മൈഗ്രേഷൻ ചെയ്യുമ്പോൾ വേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ രീതിയിലല്ലാതെ ചെയ്യുന്നെങ്കിൽ കൂടി അവിടെ വരെ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് ക്ലൗഡ് മൈഗ്രേഷനിൽ. അതിന് ഓരോന്നിനും എടുത്ത് ഓരോ സെഷൻ ആക്കാൻ തന്നെ ഒരു സെഷൻ തന്നെ മതിയാവില്ല. അപ്പോൾ മേ ബി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഗ്രാനുലർ ലെവലിലൊക്കെ ഇത്ര സെഷൻസ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇത്രയും ഫീഡ്ബാക്ക് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഈ ആരെങ്കിലും കേൾക്കുന്ന ഓക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് പറയുന്നതാണ്,
നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം അടുത്ത സെഷൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പീക്കേഴ്സിന്റെ അവൈലബിലിറ്റിയും സമയമൊക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് സമയം എടുക്കും, ക്ഷമ വേണം എന്ന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അത് മന്ത്രിയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചില ആഴ്ചകളിലൊക്കെ ആയിരിക്കും നമ്മൾ അത് എടുക്കുക. മറ്റാരെങ്കിലും ഫീഡ്ബാക്കോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 10 മിനിറ്റ് കൂടി സമയമുള്ള. ജിജോ, അജയ് സംസാരിക്കുന്നത് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ടീച്ചേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലയന്റ് കംപ്ലീറ്റ് ഡേറ്റാ സെന്റർ മൈഗ്രേഷൻ, അവർക്ക് ഓൾറെഡി അഷ്യൂറിൽ കുറച്ച് ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഡേറ്റാ സെന്റർ ഫുൾ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി അവർക്ക് എക്സ്പ്രസ് റൂട്ട് ഉണ്ടായിരുന്നു അഷ്യൂറിലേക്ക്. എന്നിട്ട് നമ്മൾ അസസ്മെന്റ് അഷ്യൂർ മൈഗ്രേറ്റിൽ തന്നെ നമുക്ക് അസസ്മെന്റ് ടൂൾ ഉണ്ട്, പ്ലാനിങ് ആൻഡ് അസസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടൂൾ റൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു വലിയൊരു എക്സലില് ഒരു റിപ്പോർട്ട് കിട്ടും. ഈവൻ കോസ്റ്റ് പോലും എത്രയാണ് പെർ മന്ത് നമുക്ക് വരുന്ന കോസ്റ്റ് വരെ നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് തരും. പ്ലസ് നമ്മളിപ്പം ഈ ഇവിടുത്തെ ഒരു VM-ന്റെ ഇക്വലന്റ് സൈസ്, അഷ്യൂറിലുള്ള സൈസ് ഏതാണ്, ഫാമിലി ഏതാണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ അസസ്മെന്റ് ആൻഡ് പ്ലാനിങ് ടൂൾ റൺ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. ആക്ച്വലി നമ്മളെ ഈ പ്ലാനിങ് ഫേസ് തന്നെ ഏകദേശം ഒരു 3-4 മന്ത്സോളം നമ്മളത് മുന്നോട്ട് പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവേഴ്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ എന്താണ്, അത് ക്ലൗഡിൽ പോയി അഷ്യൂറിൽ പോയി കഴിഞ്ഞാൽ അത് കോമ്പാക്റ്റബിൾ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ആവോ. പിന്നെ പ്ലസ് ഈ ഇപ്പൊ ചില വെബ് സെർവേഴ്സ് ഉണ്ടാവും, പിന്നെ വെബ് സെർവേഴ്സും DBA തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടാവും. അപ്പം ഇത് ക്ലൗഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിന്റെ IPs മാറും. അപ്പം ഇതിനെ അവിടെ ക്ലൗഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്ലാനിങ് നമ്മൾ ആ പ്ലാനിങ് ഫേസിൽ തന്നെ നടന്നു. ഓൾമോസ്റ്റ് അറൌണ്ട് നമ്മൾ 80% ഓഫ് ടൈം തന്നെ ഈ പ്ലാനിങ് ആൻഡ് അസസ്മെന്റിലാണ് പോയത്. ഇപ്പം ജിജോ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈവൻ നമ്മള് DNS മൈഗ്രേഷനിൽ തന്നെ വരുന്നൊരു കാര്യമാണ് ഈ ഇതെല്ലാം ക്ലൗഡിൽ പോകുമ്പോഴത്തേക്ക് IPs എല്ലാം ചേഞ്ച് ആവും. അപ്പം അവിടെയും നമുക്ക് ഈ റെക്കോർഡ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ആക്ച്വലി ഒരു വലിയൊരു tedious പ്രോസസ്സ് തന്നെയായിരുന്നു. നമ്മളത് മൈഗ്രേഷൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെയും ഇത് തീരണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം അത് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ദാറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. നമ്മൾ ആ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. താങ്ക് യു അജയ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. തീർച്ചയായിട്ടും കേട്ടിരുന്നവർക്ക് മേ ബി ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ക്ലൗഡ് മൈഗ്രേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നമ്മളൊക്കെ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഓക്കെ നമ്മൾ ക്ലൗഡ് മാറാൻ പോവാണ് എന്നുള്ള ഒരു വിവരമൊക്കെ ഇടുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും ഉപകാരപ്പെട്ടേക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് സംസാരിച്ച ഇപ്പൊ പ്ലാനിങ് സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിൽ പോലും കൂടുതലും DevOps എഞ്ചിനീയേഴ്സ് ആൻഡ് എക്സിക്യൂഷൻ സൈഡിലായിരിക്കും വരിക. പക്ഷെ ഈ ഒരു ബിഗ് പിക്ചർ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് നമുക്ക് സജഷൻസ് കൊടുക്കാനാണെങ്കിലും മീറ്റിങ്ങുകളിലൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടും. മറ്റാർക്കെങ്കിലും ചോദ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? ഓക്കെ, ആർക്കും ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. സോ കുറച്ച് നാളുകൾക്ക് ശേഷം DevOps മലയാളം വീണ്ടും ഓൺലൈൻ സെഷനായിട്ട് തിരിച്ചു വന്ന ഒരു സെഷനായിരുന്നു ഇന്നത്തെ. ക്ലൗഡ് മൈഗ്രേഷൻ മാസ്റ്ററി, പ്ലാനിങ് സ്ട്രാറ്റജീസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേറ്റർ നമ്മുടെ റെഗുലർ സ്പീക്കർ ആയിട്ടുള്ള ലിൻസി വർഗീസ്. അദ്ദേഹം അലയൻസ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് ആർക്കിടെക്റ്റ് ആണ്. ഒരുപാട് നാളായിട്ട് ഈ ക്ലൗഡ് മൈഗ്രേഷനിലാണ് ലിൻസേട്ടൻ ഈ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലിൻസേട്ടന് പ്രത്യേകം നന്ദി ഇന്ന് ഈ സെഷൻ എടുത്തതിൽ. DevOps മലയാളത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അതായത് നമ്മുടെ സെഷനൊക്കെ തുടങ്ങി 2 ഫേസ് കഴിഞ്ഞപ്പോഴും ചോദ്യങ്ങളൊക്കെ വരാത്ത എന്താണ് എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ തന്നെ പറയുകയും ചെയ്തു മിക്കവാറും ഇതൊരു ഡിസ്കഷനിലേക്ക് പോകായിരിക്കും നമ്മുടെ 3 ഫേസും കഴിയുമ്പോൾ. അത് അതുപോലെ തന്നെ നടന്നു. അവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമ്മുടെ രാജേഷ് ചേട്ടനുണ്ട്, അജയ് ഉണ്ട്, അതുപോലെ ശ്യാം, 2 പേരുണ്ടായിരുന്നു. ശ്യാം ജയപ്രകാശ്, ശ്യാം S എന്നാണ് പേരും തോന്നുന്നു. അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച സജീർ ഉണ്ട്, ശിവദാസ്, ഷബീബ്, സച്ചിൻ ജോസ്, അങ്ങനെ ആരും വിട്ടുപോകണമെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി.
അതുപോലെ ഇന്നത്തെ ഈ സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതിന്റെ കീ നോട്ട്സ് എടുക്കുന്നുണ്ട്, ഇതിലെല്ലാം നമുക്ക് ടീംസ് ഉണ്ട്. ആ ടീമുകളിലുള്ള നമ്മുടെ ഓർഗനൈസേഴ്സിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സെഷന്റെ വീഡിയോ കീ നോട്ട്സ് ഒക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അടുത്ത സെഷൻ നമ്മൾ കഴിയുന്ന അടുത്ത ആഴ്ച ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ള മോസ്റ്റ് പ്രോബ്ലി മിക്കവാറും ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പുകൾ വഴിയും പേജുകൾ വഴിയും എല്ലാം അറിയിക്കുന്നതായിരിക്കും. സോ കഴിയുന്ന നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.